कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण ഇന്ന് ഗീതാമാഹാത്മ്യത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് ഹെർ ഗ്രേസ് ലളിത സുധാമയി ദേവിദാസി മാതാജിയാണ്. മാതാജിയെ അതിനായി ക്ഷണിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഗീതാമാഹാത്മ്യം പറയാൻ വേണ്ടി ഒരവസരം തന്ന മാതാജിക്കും പ്രഭുവിന്റെയും അതുപോലെ എന്റെ ശിഷ്യാഗുരുക്കന്മാരുടെയും ഇവിടെയുള്ള എല്ലാ ഭക്തന്മാരുടെയും പാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആദ്യം ഗുരു പരമ്പരകളുടെയും രാധാകൃഷ്ണന്റെയും അനുഗ്രഹത്തിനായി വേണ്ടി പ്രാർത്ഥിക്കാം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണി. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഗീതാമഹാത്മ്യം ശ്ലോകം 5. ഭാരതാമൃത സർവസ്വം വിഷ്ണുഭക്താദ്വിനിശ്രിതം ഗീതാഗംഗോദകം പീത്വാ പുനർജന്മന വിദ്യതേ. ഗംഗാജലം പാനം ചെയ്യുന്നവൻ മോക്ഷം പ്രാപിക്കുന്നു. ഭഗവത്ഗീതാമൃതം പാനം ചെയ്യുന്നവനെ കുറിച്ച് പിന്നെ എന്തു പറയാൻ? മഹാഭാരതത്തിന്റെ സാരാമൃതമത്രേ ഭഗവത്ഗീത. ആദിവിഷ്ണുവായ ഭഗവാൻ ഭഗവത്ഗീത പരമദിവ്യോത്തമ പുരുഷൻ ആദിവിഷ്ണുവായ ഭഗവാൻ കൃഷ്ണൻ സ്വയം ഉപദേശിച്ചതാണ് ഇത്. ഭഗവത്ഗീത പരമദിവ്യോത്തമ പുരുഷന്റെ മുഖനിർഗതമാണ്. ഗംഗ ഭഗവാന്റെ പാദപങ്കജ നിർഗതവുമാണ്. ഭഗവാന്റെ മുഖവും പാദവും തമ്മിൽ തീർച്ചയായും യാതൊരു വ്യത്യാസവുമില്ല. എങ്കിലും പക്ഷപാതമില്ലാത്ത ഒരു പഠനത്തിൽ ഭഗവത്ഗീത ഗംഗാജലത്തേക്കാൾ കുറെ കൂടി പ്രധാനമാണെന്ന് മനസ്സിലാക്കാം. ഇവിടെ ഭാരതാമൃതം എന്ന് പറഞ്ഞതുകൊണ്ട് ഭാരതം എന്ന് പറഞ്ഞതുകൊണ്ട് മഹാഭാരതത്തെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. മഹാഭാരതം വേദങ്ങളെല്ലാം രചിച്ച വ്യാസദേവൻ തന്നെ മഹാഭാരതവും രചിച്ചിട്ടുള്ളത്. വേദങ്ങളിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേദങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വേദങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് മഹാഭാരതം രചിക്കുകയുണ്ടായി. മഹാഭാരതം മുഴുവനും പഠിക്കുന്ന ഒരാൾക്ക് വേദശാസ്ത്രങ്ങൾ മുഴുവനും വേദത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നതെന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഈ ഒരു മഹാഭാരതം ഏതാണ്ട് 1.5 ലക്ഷത്തിലധികം ശ്ലോകങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും പഠിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. ആ മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ശാസ്ത്രങ്ങളും സൂത്രരൂപത്തിൽ ഭഗവത്ഗീതയിൽ നമുക്ക് ഉപദേശിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഭാരതാമൃത സർവസ്വം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നുവെച്ചാൽ മഹാഭാരതത്തിലെ സാരമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നു. ആ ഗീത ഗംഗാ നദിയോടാണ് ആ ഭഗവത്ഗീതയെ ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. ഗംഗാനദി ഭഗവാന്റെ പാദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗംഗാനദി പുണ്യനദിയായിട്ടിരിക്കുന്നത്. ആ ഗംഗാനദി നിത്യവും പാനം ചെയ്താൽ
മോക്ഷം ലഭിക്കുന്ന ഇവിടെ പറയുന്നു. ഭഗവാന്റെ ഭഗവത്ഗീതയാണെങ്കിൽ ഭഗവാന്റെ മുഖാരവിന്ദത്തിൽ നിന്നുമാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗംഗാ നദിയോളം അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി ശ്രേഷ്ഠമാണ് ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത്. നിത്യവും ആ ഭഗവത്ഗീത പഠിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്ന നിത്യവും ശ്രവിക്കുന്ന ഒരാൾക്ക് വീണ്ടും ഈ ഒരു ലോകത്ത് തിരിച്ചു വരേണ്ടതായിട്ടുള്ള പുനർജന്മം, ഈ ഭൗതിക ലോകത്തിൽ പുനർജന്മം എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അവര് ഭഗവാന്റെ ലോകത്തിലേക്ക്, വൈകുണ്ഠ ലോകത്തിലേക്ക് എത്തിച്ചേരുമെന്ന് പറയുന്നു. ബുദ്ധിയുള്ള ആൾക്കാർ അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. അടുത്ത ശ്ലോകം. സർവോപനിഷദോ ഘാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്തോ വത്സസുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. വീണ്ടും എല്ലാ ഉപനിഷത്തുകളുടെയും സാരമായിട്ട് ഇവിടെ ഭഗവത്ഗീതയെ പറയുന്നു. നമുക്ക് ധാരാളം ഉപനിഷത്തുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് 108 ഉപനിഷത്തുകളാണ്. എല്ലാ ഉപനിഷത്തുകളെയും ചേർത്ത് ഒരു പശുവിന്റെ രൂപത്തിൽ കണക്കാക്കിയാൽ ഇവിടെ പറയുന്നു പാർത്തോ വത്സ സുധീർ ഭോക്ത. പശുക്കിടാവായിട്ട് പാർത്ഥനെ അല്ലെങ്കിൽ അർജുനനാണ് പശുക്കിടാവ്. എന്തുകൊണ്ടാണ് അർജുനെ പശുക്കിടാവായിട്ട് പറയുന്നത്? ഭഗവത്ഗീത സാധാരണ പശുക്കിടാവ് അമ്മ പശുവിന്റെ അടുത്ത് പോയിട്ട് ആ അകിടിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ മുട്ടി നിൽക്കുമ്പോൾ സ്നേഹത്തോടു കൂടി പശു പാൽ ചുരത്തും. അതുപോലെ തന്നെ അർജുനൻ ഭഗവാനോട് ചോദ്യങ്ങൾ ചോദിച്ച് കൊണ്ട് ആ ഭഗവത്ഗീതാമൃതത്തെ ചുരത്തുന്നു. ആ പശുവിന്റെ പാലാകുന്നു ഭഗവത്ഗീതാമൃതം. അത് എല്ലാവർക്കും ആ ഒരു പാൽ നുകരാൻ അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ സാധിക്കില്ല. അത് ഇവിടെ പറയുന്നു. ദുഗ്ധം ഗീതാമൃതം മഹത്തുക്കളായിട്ടുള്ള, അതായത് പൂർവ്വജന്മത്തിലൊക്കെ ഒരുപാട് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ള, തപസ്സനുഷ്ഠിച്ച് വേദ പഠനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള അത്തരം ശുദ്ധഹൃദയരായിട്ടുള്ള, ശുദ്ധബോധമുള്ള അത്തരം മഹത്തുക്കൾക്ക് മാത്രമേ ഈ ഒരു ഭഗവത്ഗീത ശ്രവിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അടുത്ത ശ്ലോകം ശങ്കരാചാര്യ എപ്പോഴും എടുത്തു പറയുന്ന ഒരു ശ്ലോകമാണിത്. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം ഏകോ ദേവോ ദേവകീ പുത്ര ഏവ ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ഇവിടെ ഈ ഒരു കാലഘട്ടത്തിൽ ഇത് കലിയുഗമാണ്. അപ്പോൾ നമ്മൾക്ക് എല്ലാ ശാസ്ത്രങ്ങളും വേദശാസ്ത്രങ്ങളെല്ലാം തന്നെ പഠിക്കാനുള്ള ഒരു സമയം ഇല്ല. നമുക്ക് തിരക്കാണ് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ ശാസ്ത്രങ്ങളും പഠിക്കാനുള്ള സാഹചര്യം നമുക്ക് ലഭിക്കുന്നില്ല. നമുക്ക് നൽകിയിട്ടുള്ള, നമ്മുടെ മുന്നിലുള്ള ഏത് ശാസ്ത്രം എന്ന് പറയുന്നത് ഭഗവത്ഗീതയാണ്. അപ്പൊ ഈ ഒരു ഭഗവത്ഗീത നമുക്ക് പഠിക്കാൻ സാധിച്ചാൽ സകല വേദശാസ്ത്രങ്ങളും പഠിക്കുന്നതിന്റെ ആ ഒരു ഫലം നമുക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് മനുഷ്യർക്ക്, നമ്മളെ പോലത്തെ ആൾക്കാർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ശങ്കരാചാര്യൻ നിർദ്ദേശിച്ചിട്ടുള്ള ഗ്രന്ഥം ഏതാണ്? ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം എന്നാണ്. അപ്പൊ ദേവകീ പുത്രനാണ് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് ദേവകീ പുത്രൻ. ആ ഭഗവാൻ നമുക്ക് നൽകിയിട്ടുള്ള മധുരമേറിയ അല്ലെങ്കിൽ നമുക്ക് നൽകിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ആ ഉപദേശമാണ് ഈ ഭഗവത്ഗീത എന്ന് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നു. ഏകോ ദേവോ ദേവകീ പുത്ര ഏവ. ഏറ്റവും ഉന്നതനായിട്ടുള്ള പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ആ ഭഗവാൻ ദേവകീ പുത്രനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. നമുക്ക് ആ ദേവനെ, ആ ഭഗവാനെ നമ്മൾ ആരാധിച്ചാൽ മറ്റേ എല്ലാ ദേവന്മാരെയും നമുക്ക് ഒരുപോലെ സംതൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല. നമുക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെ ആരാധിച്ചാൽ, സംതൃപ്തിപ്പെടുത്തിയാൽ എല്ലാ ദേവീ ദേവന്മാരെയും സംതൃപ്തിപ്പെടുത്താൻ സാധിക്കും. ഭഗവാൻ സന്തോഷിച്ചാൽ എല്ലാവരും സന്തോഷിക്കും എന്ന് ശ്രീമദ് ഭാഗവത്തിലും നമുക്ക്, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെന്ന് അറിയില്ല, 5ാമത്തെ സ്കന്ധത്തില് ആണെന്ന് തോന്നുന്നു, അങ്ങനെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 5ാമത്തെ സ്കന്ധത്തിലാണെന്ന് എൻ്റെ ഓർമ്മ.
ഭഗവാൻ സന്തോഷിച്ചാൽ എല്ലാ ദേവീദേവന്മാരും സംതൃപ്തരാകുമെന്ന് പറയുന്നു. ഏകോ മന്ത്രസ്തസ്യ നാമാന്യാനി. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു മന്ത്രത്തെ ആശ്രയിക്കണം, അല്ലെങ്കിൽ നമുക്ക് ആത്മീയമായിട്ട് ഉയരണം, അല്ലെങ്കിൽ ഭൗതികമായിട്ടും ആത്മീയമായിട്ടും നമുക്ക് ഉയരണമെങ്കിൽ, ജീവിതത്തിൽ വിജയിക്കണം എന്ന് നമുക്ക് ആഗ്രഹിക്കുകയാണെങ്കിൽ ഏത് മന്ത്രത്തെയാണ് ആശ്രയിക്കേണ്ടത്? ഏതൊരു നാമത്തെയാണ്, ആ വിജയമന്ത്രം ഏതാണ് എന്നാണ് പറയുന്നത്? ഭഗവാന്റെ മന്ത്രമാണ് നമ്മൾ ആശ്രയിക്കേണ്ടതെന്ന് പറയുന്നു. എല്ലാ വേദങ്ങളും സ്തുതിക്കുന്നത് ഭഗവാനെയാണ്. എല്ലാ വേദസ്തുതികളും ഭഗവാനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. നമുക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായിട്ട് ആരെങ്കിലും സേവിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് നല്ല എന്തെങ്കിലും കർമ്മം ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, സേവിക്കണം എന്ന് നമ്മുടെ മനസ്സിന് സംതൃപ്തി തരുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അത് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ഭഗവാനെയാണ് സേവിക്കേണ്ടത്. കാരണം എല്ലാവരും ഭഗവാന്റെ അംശമാണ്. അപ്പോൾ ആ ഭഗവാൻ സംതൃപ്തൻ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും സന്തോഷിക്കും എന്ന് ഇവിടെ വ്യക്തമാക്കി തരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭഗവത്ഗീത നമുക്ക് എല്ലാവർക്കും വായിക്കാൻ സാധിച്ച് നമ്മുടെ ആ ജീവിതത്തിന്റെ ലക്ഷ്യപ്രാപ്തി നേടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീല പ്രഭാത് കി ജയ്, ശ്രീല ഗുരുദേവ് കി ജയ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഗീതാ മഹാത്മ്യത്തെ പറ്റി വളരെ വിശദമായി തന്നെ മാതാജി പറഞ്ഞു തന്നു. പിന്നെ എന്നത്തെയും പോലെ തന്നെ മാതാജി ശ്ലോകങ്ങൾ ചൊല്ലിയതൊക്കെ വളരെയധികം നന്നായിരുന്നു. ഹരേ കൃഷ്ണ. അടുത്തതായി ഹരിനാമ മഹാത്മ്യത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നതിനായി ഹിസ് ഗ്രേസ് ദീനാനാഥ് വിട്ടൽദാസ് പ്രഭുവിനെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചോളുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. മുഖം കരോതി വാചാലം പങ്കും ലംഘേതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീചൈതന്യേശ്വരം ശ്രീഗുരും ഭവതാരണം. കഥാഞ്ജനസ്മൃതേസ്മിൻ ദുഷ്കരം സുകരം ഭവേത് സ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമ്യഹം. ഹരേ കൃഷ്ണ. നമ്മള് തുടക്കം മുതൽ ഹരിനാമത്തിന്റെ മാഹാത്മ്യത്തെ പറ്റി ഓരോ സെഷനിലും കേട്ടിട്ടുണ്ട്. അപ്പം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഭാഗവതം, പത്മപുരാണം തുടങ്ങിയ എല്ലാ പുരാണങ്ങളിലും മറ്റു വൈദിക ഗ്രന്ഥങ്ങളിലും എല്ലാം തന്നെ കലിയുഗ ധർമ്മമായിട്ടുള്ള ഈ ഹരിനാമ സങ്കീർത്തനെ കുറിച്ച്, ഭഗവാന്റെ നാമത്തെക്കുറിച്ച്, അതിന്റെ മഹിമയെക്കുറിച്ച് എല്ലായിടത്തും കാണാമെന്ന്. ഇന്ന് നമുക്ക് പത്മപുരാണത്തിലെ ഒരു ശ്ലോകം നോക്കാം. നാമചിന്താമണി കൃഷ്ണ ചൈതന്യരസ വിഗ്രഹ പൂർണ്ണശുദ്ധോ നിത്യമുക്തോ അഭിന്നത്വാൻ നാമനാമിനോ. കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം പ്രഭു, കേൾക്കാം. ഓക്കെ, ശരി. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭഗവാന്റെ പവിത്ര നാമം അതീന്ദ്രിയമായി ആനന്ദദായകമാണ്. അത് എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളെയും നൽകുന്നു. കാരണം അത് സ്വയം കൃഷ്ണനാണ്. കൃഷ്ണനാണ് എല്ലാ ആനന്ദങ്ങളുടെയും സ്രോതസ്, സംഭരണിയാണ് കൃഷ്ണൻ. അതുകൊണ്ട് കൃഷ്ണന്റെ നാമം പൂർണ്ണമാണ്. അത് എല്ലാ അതീന്ദ്രിയ രസങ്ങളുടെയും രൂപമാകുന്നു. ഒരു സാഹചര്യത്തിലും ഇത് ഒരു ഭൗതിക നാമമല്ല. ഭൗതിക നാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നാമവും വസ്തുവും തമ്മിൽ വ്യത്യാസമുണ്ടായിരിക്കും. ഇത് കൃഷ്ണൻ ആബ്സല്യൂട്ട്, അതായത് നിരപേക്ഷ തത്വമായതിനാൽ കൃഷ്ണനും കൃഷ്ണന്റെ നാമത്തിനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് അതൊരിക്കലും ഏതെങ്കിലും രീതിയിൽ അത് കൃഷ്ണനേക്കാളും കുറഞ്ഞതല്ല.
അതൊരിക്കലും ഭൗതിക ഗുണങ്ങളാൽ മലിനമാകുന്നില്ല. അതുകൊണ്ട് മായയുമായി യാതൊരു ബന്ധവുമില്ല. എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന ചോദ്യം ഉദിക്കുന്നില്ല തന്നെ. അപ്പൊ കൃഷ്ണനാമം എപ്പോഴും സ്വയം മുക്തവും ആത്മീയവുമാണ്. അത് ഒരിക്കലും ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നില്ല. അതിന് മറ്റൊരു ഉപാധിയും ആവശ്യമില്ല. അതിന് സ്വതന്ത്രമായിട്ട് എല്ലാം തരാനായിട്ട് സാധിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണനും കൃഷ്ണന്റെ നാമവും ഒന്ന് തന്നെയാണ്. അഭിന്നത്വാൻ നാമനാമിനോ. ഓക്കെ, അപ്പം കൃഷ്ണന് നൽകാൻ കഴിയുന്ന എല്ലാം കൃഷ്ണനാമത്തിനും നൽകാൻ കഴിയും. സമ്മതമാണോ? ശരിയാണോ പറഞ്ഞത്? കൃഷ്ണന് നൽകാൻ കഴിയുന്ന എല്ലാം കൃഷ്ണനാമത്തിനും നൽകാൻ കഴിയും. കൃഷ്ണനാമമായിട്ട് വ്യത്യാസമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയാണോ? സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ആരും ഒന്നും മിണ്ടുന്നില്ല. ആരെങ്കിലും ഉണ്ടോ ഇവിടെ ക്ലാസ്സിലെ? ആരെങ്കിലും ഒരാളെങ്കിലും വീഡിയോ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. എന്നുണ്ടെങ്കിൽ ഞാൻ വെറും ക്യാമറയെ നോക്കി പറയുന്ന എനിക്ക് തീരെ ഒരു ബുദ്ധിമുട്ടാണ്. ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, ചോദ്യം ഇതാണ്: കൃഷ്ണന് നൽകാൻ കഴിയുന്ന എല്ലാം കൃഷ്ണനാമത്തിനും നൽകാൻ കഴിയും. ശരിയോ തെറ്റോ? ശരിയാണ് പ്രഭു. ഓക്കെ, എല്ലാരും സമ്മതിച്ചു? സത്യം പറഞ്ഞാൽ കൃഷ്ണന്റെ നാമത്തിന് കൃഷ്ണന് നൽകാൻ കഴിയുന്നതിനേക്കാളും ഉപരിയായിട്ട് കൂടുതൽ നൽകാൻ കഴിയും. കാരണം കൃഷ്ണപ്രേമം ഭഗവാൻ ഡയറക്റ്റ് ആയിട്ട് ആർക്കും കൊടുക്കില്ല. നമ്മൾ ഏതെങ്കിലും ഒരു എക്യുപ്മെന്റിന്റെ മാനുഫാക്ചറിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ പറയും, സോറി, ഞങ്ങളുടെ അടുത്ത് വരണ്ട, ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടർ, നിങ്ങളുടെ ലോക്കൽ ഡിസ്ട്രിബ്യൂട്ടർ ഇന്ന ആളാണ്, അവരെ കോണ്ടാക്ട് ചെയ്യൂ എന്ന് പറയും. അതേപോലെ കൃഷ്ണപ്രേമം ചോദിച്ചിട്ട് ഭഗവാന്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഭഗവാന്റെ നാമങ്ങളാണ്. ഓക്കെ, ഹരിനാമത്തിന്റെ ശുദ്ധ ജപത്തിലൂടെ മാത്രമേ നമുക്ക് കൃഷ്ണന്റെ അടുത്ത് സ്നേഹം ജനിക്കുകയുള്ളൂ. ഓക്കെ, സമയമുണ്ടോ മാതാജി ഒരു ചെറിയൊരു കഥ പറയാനായിട്ട്? അതോ 8:35 അല്ല, ഗീതാ ക്ലാസ്സിന്? ഓക്കെ, ശരി. ഓക്കെ, ശരി. ഒരു ഹരിനാമത്തിന്റെ മഹിമയെക്കുറിച്ച് ഒരു കഥ ചുരുക്കി പറയാം. പണ്ട് ഒരാള് ശിവഭക്തനുണ്ടായിരുന്നു. ശിവന്റെ പോയിട്ട് തപസ് ചെയ്തിട്ട് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഉദാഹരണം, ഒരു സൈക്കിൾ ചോദിച്ചു ആദ്യം. ഓക്കെ, എനിക്ക് യാത്ര ചെയ്യാനായിട്ട് ഒരു സൈക്കിൾ വേണം. സൈക്കിൾ കൊടുത്തു കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും ചെന്ന് പറയും, എനിക്കൊരു സ്കൂട്ടറാണ് വേണ്ട, കാര്യം സൈക്കിളിന്റെ സ്പീഡ് വളരെ കുറവാണ്. അപ്പം സ്കൂട്ടർ കൊടുത്തിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും പറയും, ഇല്ല, സ്കൂട്ടറിനേക്കാളും നല്ലത് ശരിക്കും ഒരു നല്ല ബൈക്കാണ്, ഒരു ബുള്ളറ്റ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ബുള്ളറ്റ് കൊടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അതിനേക്കാളും വലുത് വേണം. കാറ് ചോദിക്കും. ഇങ്ങനെ വന്ന് ഒരു അപ്പം ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും മഹാദേവന് അദ്ദേഹത്തിന്റെ അടുത്ത് വളരെ കരുണ തോന്നി. മഹാദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വൈഷ്ണവനാണ്, മഹാവൈഷ്ണവനാണ്. കാരുണ്യം എന്ന് പറയുന്ന ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന ആളാണ്. ഇയാൾ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, എന്റെ ഭക്തനാണ്, എന്റെ അടുത്ത് എപ്പോഴും വരുന്നു, പക്ഷെ വരുന്നത് ഇങ്ങനെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾക്കാണ്, ഇയാളെ കറക്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഒരു കാര്യം ചെയ്യാം, എപ്പോഴും ഓരോ കാര്യത്തിനായിട്ട് എൻ്റെ അടുത്ത് വരണ്ട, നിനക്ക് വീട്ടിലിരുന്ന് തന്നെ ഇതൊക്കെ സാധിക്കാം, ഈ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാം. അതിന് വേണ്ടത് ചിന്താമണി എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ വരുന്ന ആഗ്രഹം എന്താണോ അത് സാധിച്ചിരുന്ന ഒരു കല്ലാണ് ചിന്താമണി. പക്ഷെ കല്ല് എൻ്റെ കയ്യിലില്ല, നീ പോയി വൃന്ദാവനത്തിൽ സനാതന ഗോസ്വാമി ഉണ്ട്, അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ചിന്താമണി കിട്ടും എന്ന് പറഞ്ഞു. അദ്ദേഹം വിചാരിച്ചു, ചിന്താമണിയുള്ള സ്ഥലം അല്ലെങ്കിൽ ആള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ധനികനായിരിക്കണം, കാര്യം എന്താഗ്രഹം സാധിച്ചു കഴിഞ്ഞു കാണും. അദ്ദേഹത്തിന് കയ്യില് കല്ലുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കാണും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഓടി വൃന്ദാവനത്തിൽ ചെന്നു. അത് ചെന്നപ്പോൾ വൃന്ദാവനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാമപ്രദേശം, അവിടെ വീടുകൾ പോലും ഇല്ല, കൊട്ടാരങ്ങളൊന്നും ഇല്ല. ചിന്താമണിയുള്ള സ്ഥലം കൊട്ടാരങ്ങളില്ലാത്ത സ്ഥലമോ? അദ്ദേഹത്തിന് അതിശയമായി.
അത് എവിടെയാണ്? ഏതെങ്കിലും വലിയ കൊട്ടാരത്തിലായിരിക്കും ഈ സനാതന ഗോസ്വാമി താമസിക്കുന്നത് വിചാരിച്ചിട്ട് അവിടേക്ക് അന്വേഷിച്ചു. അപ്പോഴാണ് പറയുന്നത് സനാതന ഗോസ്വാമി ഒരു സ്ഥലത്തും സ്ഥിരമായിട്ട് താമസിക്കില്ല. അദ്ദേഹത്തിന്റെ ഗുരുവായിട്ടുള്ള ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശം അനുസരിച്ച് വൈദിക ശാസ്ത്രങ്ങൾ ഗ്രന്ഥങ്ങൾ രചിക്കുകയാണ് അദ്ദേഹത്തിന്റെ ജോലി. ഒരു മരത്തിന്റെ താഴെ ഒരു ദിവസം താമസിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം വേറെ മരമായിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തെ കാണാനുള്ള സാധ്യതകളുള്ള സ്ഥലങ്ങൾ ഇന്ന് തന്നെയാണെന്ന് പറഞ്ഞു. അദ്ദേഹം പോയി സനാതന ഗോസ്വാമി കണ്ടു. അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പറഞ്ഞു, ഞാൻ ശിവൻ പറഞ്ഞിട്ട് മഹാദേവൻ പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ്, എനിക്ക് ചിന്താമണി സ്റ്റോൺ വേണം എന്ന് പറഞ്ഞു. അത് പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് എഴുത്ത് നിർത്തി. അടുത്ത ഒരു ചവറുകൂന ഉണ്ടായിരുന്നു. ചവറുകൂനയിൽ കുറെ നേരം തെരഞ്ഞു. എന്നിട്ട് ഒരു കല്ലെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതാണ് ചിന്താമണി. ഓക്കെ, ഇതാണ് മഹാദേവൻ പറഞ്ഞ ചിന്താമണി, ഇത് നിങ്ങൾക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. ഇയാൾക്ക് സംശയം, ഇത് തന്നെയാണോ ചവറുകൂനയിൽ നിന്ന് എടുത്തു തന്നാണ്, ഇത് തന്നെയാണോ എന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും? തീർച്ചയായിട്ടും സാധിക്കും. അപ്പം ഇയാൾക്ക് മനസ്സിലൊരു ചെറിയ സംശയം, ശിവൻ നമ്മളെ പറ്റിക്കുന്നതാണോ എന്നാണ്. ഓക്കെ, പക്ഷേ സനാതന ഗോസ്വാമി പറഞ്ഞു, ഇല്ല, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, ഏതാഗ്രഹം സാധിക്കും. അങ്ങനെ അയാൾ ഹാപ്പി ആയിട്ട് തിരിച്ചു പോകാൻ നേരത്ത് അയാളുടെ മനസ്സിൽ, നോക്കൂ, ശിവന്റെ അനുഗ്രഹം ഒരിക്കലും പാഴായി പോവില്ല. മനസ്സിലൊരു സംശയം വന്നു. സനാതന ഗോസ്വാമി ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ചിന്താമണി കല്ലുള്ള ഒരു വ്യക്തി എന്തുകൊണ്ട് മരത്തിന്റെ ചുവട്ടിൽ താമസിക്കുന്നു? എന്തുകൊണ്ട് ഈ കല്ലിനെ തീരെ വിലയില്ലാത്ത രീതിയിൽ ചവറ്റുകൊട്ടയിൽ ഇട്ടിരിക്കുന്നു? അതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ കയ്യിൽ ഇതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള വേറെ എന്തോ ഉണ്ട്. അപ്പൊ അതാണ് എനിക്ക് അറിയേണ്ടത്. എന്താണ് അത്? ഇതിനേക്കാളും ശ്രേഷ്ഠമായി, ചിന്താമണിയേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള എന്താണ് ഉള്ളത്? അദ്ദേഹം തിരിച്ചുപോയി സനാതന ഗോസ്വാമിയുടെ അടുത്ത് പറഞ്ഞു, അങ്ങ് എനിക്ക് ഈ ചിന്താമണി തന്നു, മഹാദേവന്റെ നിർദ്ദേശപ്രകാരം എനിക്ക് തന്നു, പക്ഷേ അങ്ങ് ഇതിന് തീരെ വില കൽപ്പിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അങ്ങയുടെ കയ്യിലുള്ള ഇതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താണോ അതെന്താണെന്ന് എനിക്ക് പറഞ്ഞു തന്നാലും. സനാതന ഗോസ്വാമി പറഞ്ഞു, അത് തരാലോ, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യണം. എന്താണത്? അതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളത് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചിന്താമണി നീ ആ യമുനയിലേക്ക് എറിഞ്ഞു കളയണം. അയാൾ ഒന്നും ചിന്തിച്ചില്ല, ഒറ്റയേറെ യമുനയിലേക്ക്. ഓക്കെ, ചിന്താമണി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള എന്താണോ അതാണ് എനിക്ക് വേണ്ടത്. എനിക്ക് അങ്ങയിൽ പൂർണ്ണ വിശ്വാസമാണ് കാര്യം. അങ്ങ് ഒരു സാധാരണ വ്യക്തിയല്ലാന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ പറഞ്ഞു, യഥാർത്ഥത്തിൽ ഈ ചിന്താമണി എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്നതാണ്. ഏതാഗ്രഹവും ഭൗതികമോ ആത്മീയവുമായിട്ടുള്ള ഏതാഗ്രഹവും സാധിച്ചു തരാൻ കെൽപ്പുള്ളതാണ് ഹരിനാമം. എന്നിട്ട് അദ്ദേഹത്തിന് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന നാമം, മന്ത്രം ആ ഭക്തന് ഉപദേശിച്ചു കൊടുത്തു. ഇതിൽ നിന്നും നിനക്ക് കൃഷ്ണനും കൃഷ്ണന്റെ പേരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് കൃഷ്ണൻ എന്തൊക്കെ തരുമോ അതെല്ലാം നിനക്ക് ഈ നാമജപത്തിലൂടെ കിട്ടും. മാത്രമല്ല, നീ എന്നാണോ ശുദ്ധമായിട്ട് നാമം ജപിക്കുന്നു അന്ന് നിനക്ക് പരിശുദ്ധ കൃഷ്ണ പ്രേമവും കിട്ടും എന്ന് പറഞ്ഞിട്ട് അയാളെ അയച്ചു. അങ്ങനെ ശിവന്റെ അനുഗ്രഹത്തിൽ ഒരു ഭൗതിക അഭിലാഷങ്ങൾ പെട്ട ഉഴലിൽ നടന്നിരുന്ന ഒരു വ്യക്തി ഭഗവാന്റെ ശുദ്ധ ഭക്തനായി തീർന്നു. ഓക്കെ, ഹരേ കൃഷ്ണ. ഓക്കെ മാതാജി, ഞാനിവിടെ നിർത്താണ്. ഓക്കെ, ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു, വളരെ നന്നായി പറഞ്ഞു തന്നു പ്രഭു. പിന്നെ ആ സനാതന ഗോസ്വാമിയുടെയും പിന്നെ ചിന്താമണിക്കല്ലിന്റെയും ഒക്കെ ആ ഉദാഹരണം വളരെയധികം നന്നായിരുന്നു. ഹരേ കൃഷ്ണ. ഇനി അടുത്തതായിട്ട് ഇന്ന് ഭഗവത്ഗീതയിലെ 5-ാം അധ്യായത്തിലെ 1 മുതൽ 19 വരെ ശ്ലോകങ്ങൾ നമുക്കായി പറഞ്ഞു തരുന്നത് ഹെർ ഗ്രേസ് ഭാനുനന്ദിനി ദേവിദാസി മാതാജിയാണ്. ക്ലാസ് എടുക്കാൻ ക്ഷണിക്കുന്നതിന് മുൻപായി മാതാജിയെ കുറിച്ച് 2 വാക്ക്. 34 വർഷം ടെക്നിക്കൽ സൂപ്പർവൈസറായി റീജിയണൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സെന്ററിൽ ജോലി ചെയ്ത ഭാനുനന്ദിനി മാതാജി
2015 തന്റെ സർക്കാർ സേവനത്തിൽ നിന്നും വിരമിച്ചു. മാതാജി തന്റെ സ്തുത്യർഹമായ സേവനത്തിന് 2005 മുഖ്യമന്ത്രിയിൽ നിന്നും സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയിട്ടുണ്ട്. മാതാജിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. അവർ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ മാതാജി തന്റെ 95 വയസ്സുള്ള അമ്മയോടൊപ്പമാണ് കഴിയുന്നത്. മാതാജിയുടെ അമ്മയ്ക്കും 3 ചേച്ചിമാർക്കും മാതാജിക്കും ഹിസ് ഹോളിനസ് രാധാനാഥ് സ്വാമി മഹാരാജിൽ നിന്നും ദീക്ഷ സ്വീകരിക്കുന്നതിനുള്ള സൗഭാഗ്യവും ലഭിച്ചിട്ടുണ്ട്. 2021 മുതൽ മാതാജി കൊച്ചി ഇസ്കോണുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്നു. ഭാനുനന്ദിനി ദേവിദാസി മാതാജിയെ ക്ലാസ് എടുക്കുന്നതിനായി സാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി, പ്രണാമം. തുടങ്ങാലോ മാതാജി? തുടങ്ങിക്കോളൂ മാതാജി. ആദ്യം പ്രാർത്ഥന ചെയ്തിട്ട് തുടങ്ങാം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശലാഖയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങളുടെയും മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എന്നിൽ അർപ്പിച്ച കർത്തവ്യം, അതായത് ഇന്ന് കർമ്മയോഗം കൃഷ്ണാബോധത്തിൽ പ്രവർത്തനം എന്ന 5ാം അധ്യായത്തിലെ പറ്റി പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥന എന്നിൽ ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഹരേ കൃഷ്ണ. കർമ്മയോഗം, അതായത് കൃഷ്ണാബോധത്തിൽ പ്രവർത്തനം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ അധ്യായത്തില് 4ാം അധ്യായത്തിന്റെ നന്നായിട്ട് തന്നെ ഗുണമാല മാതാജി നമുക്ക് വിവരിച്ചു തന്നു. അപ്പോ അതിന്റെ അവസാനത്തെ ശ്ലോകത്തില് ഭഗവാൻ പറയുന്നു, ഗീതോപദേശങ്ങളെ ഉൾക്കൊള്ളാത്തവൻ പിന്നെ അവിശ്വാസിയാണെന്ന്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടെന്ന് വെച്ചാല് തനിക്ക് നൽകിയ പരിമിതമായ സ്വാതന്ത്ര്യത്തെ അത് ദുരുപയോഗപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ആണ് അവിശ്വാസി എന്ന് പറയുന്നത്. അപ്പൊ എല്ലാത്തരം നിർദ്ദേശങ്ങളും നൽകിയിട്ടും ഭഗവാന്റെ യഥാർത്ഥ ഭാവത്തെ മനസ്സിലാക്കാൻ കഴിയാത്തവര് നിശ്ചയമായും ഒരു പമ്പര വിഡ്ഢിയാണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യണം? കൃഷ്ണാബോധം സ്വീകരിച്ചിട്ട് ഒരു നല്ല ആത്മീയ ഗുരുവിന്റെ നിർദ്ദേശാനുസരണം ഭഗവാന്റെ മൂലസ്വരൂപത്തെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിത ലക്ഷ്യമായ പിന്നെ ആത്മസാക്ഷാത്കാരം നേടാൻ നമ്മൾ ശ്രമിക്കണം. അതാണ് പറയുന്നത്. അപ്പൊ 5ാം അധ്യായത്തിന്റെ പേര് തന്നെ കൃഷ്ണാബോധത്തിന്റെ പ്രവർത്തനം എന്നാണ്. അപ്പൊ കർമ്മസന്യാസ യോഗമായ ഈ 5ാം അധ്യായത്തില്, അപ്പൊ ഇതിനു മുന്നേ 3ാം അധ്യായത്തില് ഭഗവാൻ പറയുന്നുണ്ട്, സന്യാസം വലുതാണ് അർജുന, എന്നാലും നീ കർമ്മം ചെയ്താൽ മതി എന്ന്. പക്ഷെ ഈ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, സന്യാസം വലുതാണ്, പക്ഷെ നീ അത് അതേ രീതിയിൽ സന്യാസത്തിന്റെ രീതിയിൽ തന്നെ നിനക്കത് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ അർജുനന് വളരെ കൺഫ്യൂഷനായി, ഏതാണ് ഞാൻ മനസ്സിലാക്കേണ്ടതെന്ന്. അപ്പൊ ഭാഗവതത്തില് കർമ്മത്തെ പറ്റി വളരെയധികം വിശദീകരിക്കുന്നുണ്ട്. അപ്പം 3 തരം കർമ്മമാണ് ഭാഗവതത്തിൽ പറയുന്നത്. അത് 1 കർമ്മം, 2 വികർമ്മം, 3 അകർമ്മം. അപ്പൊ കർമ്മം എന്താന്ന് വെച്ചാല് നമ്മുടെ വേദശാസ്ത്രങ്ങൾ അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനാണ് പറയുന്നത് അങ്ങനെ കർമ്മം എന്ന്. അതേസമയം വികർമ്മം എന്ന് പറയുന്നത് വേദം അനുശാസിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് വികർമ്മമാണ്. അകർമ്മം എന്ന് പറഞ്ഞാല് നമ്മൾ ഏത് കർമ്മം ചെയ്താലും നമ്മൾ കർമ്മബന്ധനത്തിൽ പെടാതെ പുണ്യവുമില്ല പാപവുമില്ല, അങ്ങനെ ഭഗവാനെ ചേർത്തുകൊണ്ട് ചെയ്യുന്നതാണ് അകർമ്മം എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് കർമ്മം ചെയ്യുമ്പോൾ വേദങ്ങൾ അനുശാസിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറയും, നമ്മൾ ഫലങ്ങൾ ഉദ്ദേശിച്ച് നമ്മൾ കർമ്മം ചെയ്യും. അപ്പൊ നമുക്കത് ചെയ്യാം. അതെങ്ങനെയാന്ന് വെച്ചാല് ഇപ്പൊ വയസ്സായ അമ്മയെ അച്ഛനെ സഹായിക്കുക, പിന്നെ ദേവന്മാരെ സേവിക്കാം, ശരിയായ യജ്ഞങ്ങൾ മഴ പെയ്യാനായിട്ട്
പിന്നെ അന്നദാനം, അതൊക്കെ നമ്മൾ കർമ്മത്തിന്റെ ഇതിനകത്ത് പെടും. അപ്പൊ അതുപോലെ അന്നദാനമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പുണ്യം കിട്ടും. പക്ഷെ പുണ്യം കിട്ടിക്കഴിഞ്ഞാല് നമ്മളത് സ്വീകരിച്ചു കഴിഞ്ഞ് അതിന്റെ പുണ്യം തീർന്നു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഭൂമിയിൽ ജനിച്ചിട്ട് അടുത്ത ജന്മത്തിൽ നമ്മൾ ശുചീനാം ഗേഹ എന്ന് ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ നല്ല കുടുംബത്തില് നല്ല ആരോഗ്യം, നല്ല സൗന്ദര്യം, നല്ല സമ്പത്ത്, എല്ലാം പ്രശോഭിതമായിട്ടൊരു ജീവിതം നമുക്ക് കിട്ടും. പക്ഷെ ഈ കർമ്മത്തില് എന്തെങ്കിലും ഒരു തെറ്റ് വന്നു പോയാല് അതിന് നമ്മളത് അനുഭവിക്കേണ്ടി വരും. അപ്പൊ കർമ്മം വളരെ ശ്രദ്ധയോടെ ചെയ്യാനാണ് ഭഗവാൻ പറയുന്നത്. അപ്പോ ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലൊരു കഥയുണ്ട്. അതായത് മൃഗരാജാവിന്റെ കഥ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണത്. രാജാവ് ഒരു ബ്രാഹ്മണന് പശുവിനെ ദാനം ചെയ്തു. അപ്പോ അതെന്ത് പറ്റിയെന്ന് വെച്ചാൽ അടുത്ത ദിവസം സന്ധ്യ ആയപ്പോൾ അതിലൊരു പശു ആ രാജാവിന്റെ ആ പശുത്തൊഴുത്തിലേക്ക് തന്നെ വന്നു ചേർന്നു. പക്ഷെ ഇത് അറിയാണ്ട് രാജാവ് മറ്റൊരു ബ്രാഹ്മണനും ഇതുപോലെ പശുക്കൾ ദാനം ചെയ്തപ്പോ ഈ പശു അതിനകത്ത് ചെന്ന് പെട്ടുപോയി. അപ്പൊ ആദ്യം ഈ പശുവിനെ കിട്ടിയ ബ്രാഹ്മണൻ ചെന്നും പറഞ്ഞു മറ്റേ ബ്രാഹ്മണൻ എന്റെ പശുവാണ്. അപ്പൊ അവര് തമ്മില് ശണ്ടയായി. അപ്പൊ രണ്ടുപേരും രാജാവിന്റെ അടുത്ത് വന്ന് പിന്നെ പരാതി പറഞ്ഞു. അപ്പോ രാജാവ് ഇത് അറിഞ്ഞില്ലായിരുന്നു. പക്ഷെ എന്നിട്ട് രാജാവ് അതിന് മാപ്പ് ചോദിച്ചെങ്കിലും അതിനു വേണ്ടി പകരം പശുക്കളെ ദാനം ചെയ്യാം എന്ന് പറഞ്ഞെങ്കിലും ഇവർ രണ്ടുപേരും സമ്മതിച്ചില്ല. രണ്ടുപേരും രാജാവിനെ ശപിച്ചു. അങ്ങനെ ആ രാജാവ് ഒരു ഓന്തായി മാറി. പിന്നീട് ഈ രാജാവിന് മോക്ഷം കിട്ടിയത് ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്നാണ് മോക്ഷം കിട്ടിയത്. അപ്പോ നമ്മൾ ദാനമാണ് ചെയ്തത് രാജാവ്. പക്ഷെ ഈ കർമ്മം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ വികർമ്മം എന്ന് പറഞ്ഞാൽ ശാസ്ത്രം ചെയ്യരുതെന്ന് പറഞ്ഞത് നമ്മൾ ചെയ്യാതിരിക്കുക. പിന്നെ അപ്പൊ അതുപോലെ ഗോമാംസം കഴിക്കാണ്ടിരിക്കുക, മത്സ്യമാംസാദികൾ ഉപയോഗിക്കാതിരിക്കുക, സ്ത്രീകളെ സംരക്ഷിക്കാതിരിക്കുക, ഇതൊക്കെ സ്ത്രീകളെ സംരക്ഷിക്കാതിരിക്കുക, കുട്ടികളെ ശ്രദ്ധിക്കാണ്ടിരിക്കുക, ഇതൊക്കെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അതേപോലെ തന്നെ കർമ്മം ചെയ്താൽ നമുക്ക് പാപവും കിട്ടില്ല, പുണ്യവും കിട്ടില്ല, അടുത്ത ഒരു ജന്മം എടുക്കേണ്ടി വരില്ല. അപ്പോ അന്നദാനമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതുപോലെ ഭഗവാനെ ബന്ധിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം എല്ലാം സർവം കൃഷ്ണ അർപ്പണമസ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാം. അപ്പൊ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഏണിപ്പടികളിൽ കടന്നു പോണ പോലെയാണ് നമുക്ക് ഭഗവാനിൽ എത്താൻ സാധിക്കുക. അതേസമയം അകർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ലിഫ്റ്റിൽ കൂടി പെട്ടെന്ന് എത്തുന്ന പോലെ, അതാണ് വ്യത്യാസം. അപ്പൊ അർജുനൻ യുദ്ധഭൂമിയില് എന്തെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം ഭഗവാനിന് വേണ്ടിയിട്ട് ചെയ്തത് കാരണം കർമ്മബന്ധങ്ങളിൽ പെട്ടില്ല. അപ്പൊ അവരുടെ ഒരു കഥ എന്താന്ന് വെച്ചാല് നമ്മുടെ ഭഗവത്ഗീതയിൽ ആദ്യം തന്നെ ദുര്യോധനൻ പറയുന്നുണ്ട് തന്റെ ശ്രേണിയിൽ ആരൊക്കെയുണ്ട്, അതായത് തന്റെ ഭാഗത്ത് ആരൊക്കെയുണ്ട് എന്ന് പറയുന്ന ഒരു പേര് ഭൂരിശ്രവസ് എന്നാണ് ഒരു പേരാണ് പറയുന്നത്. അപ്പൊ ഭൂരിശ്രവസ് എന്ന് പറഞ്ഞാല് വളരെ ധർമ്മിഷ്ഠനായ ഒരു രാജാവായിരുന്നു അദ്ദേഹം. പിന്നെ സത്യസന്ധനായിട്ടുള്ള ഒരു രാജാവും കൂടി ആയിരുന്നു. അപ്പോ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഭൂരിശ്രവസ് വളരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാത്വികയും ആയിട്ടാണ് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഭൂരിശ്രവസ് പിന്നെ അമ്പ ചെയ്തിട്ട് സാത്വികയുടെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും താഴെ പോയി. അപ്പൊ നിരായുധനായി സാത്വികി. ആ സമയം ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയാണ്, അർജുന നീ ഭൂരിശ്രവസിനെ അമ്പെയ്യൂ എന്ന് പറയാണ്. അപ്പൊ അർജുനൻ എന്ത് ചെയ്തു, പിന്നാലെ നിന്നുകൊണ്ട് ഭൂരിശ്രവസിനെ അമ്പെയ്തു. അപ്പോ ഭൂരിശ്രവസിന്റെ ഒരു കൈ പോയി. ഈ സമയം പെട്ടെന്ന് ഭൂരിശ്രവസ് കൃഷ്ണനോട് പറയണം, കൃഷ്ണ അങ്ങ് ഇത് എന്താണ് ചെയ്യിപ്പിച്ചത്? കാരണം പിന്നാലെ നിന്ന് ഒരു അമ്പെയ്യുക എന്ന് വെച്ചാല് ഇത് ധർമ്മത്തിന് യോജിച്ചതല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, ഭൂരിശ്രവസെ നീ എന്താണ് ചെയ്തത്? നിരായുധനായ സാത്വികയെ നീ അമ്പെയ്യാൻ ശ്രമിച്ചു. അതും തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ ആ സമയം ഭൂരിശ്രവസിന് വല്ലാതെ വിഷമം തോന്നി. അദ്ദേഹം പശ്ചാത്തപിച്ചുകൊണ്ട് ആ യുദ്ധഭൂമിയില് അവിടെ ഇറങ്ങിയിരുന്നുകൊണ്ട് തപസ്യ ചെയ്തു. ആ സമയം എന്താ ചെയ്തേ, നമ്മുടെ സാത്വികി ഈ ഭൂരിശ്രവസിന്റെ തല കൊയ്തെടുത്തു. അപ്പം കർമ്മത്തിന്റെ പോക്കും ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ സാത്വികനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അർജുനനോട് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോ രാത്രിയായപ്പോ അർജുനൻ ഭഗവാനോട് ചോദിക്കാൻ, ഭഗവാനെ ഞാൻ ഇന്ന് വളരെയധികം ദുഃഖിതനാണ്,
കാരണം ഇന്ന് യുദ്ധഭൂമിയിൽ നടന്ന ആ ഭൂരിസ്രവസ്, ധർമ്മിഷ്ഠനായ ആ ഭൂരിസ്രവസിന്റെ തല കൊയ്തത് വളരെ കഷ്ടമായി പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറയുന്നത് വെച്ചാല് എത്ര നല്ല കർമ്മങ്ങൾ നമ്മൾ ചെയ്താലും അവയെ ആധ്യാത്മികമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഈ നന്മ നമ്മെ രക്ഷിക്കാൻ എത്തില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു മനുഷ്യൻ വിജയിക്കാൻ കർമ്മം മാത്രം പോരാ, അതിനെ അകർമ്മമായി മാറ്റാൻ പഠിക്കുകയും വേണം. അപ്പൊ എത്ര നല്ല കർമ്മം ചെയ്താലും അവനവന്റെ കർമ്മങ്ങളെ ആധ്യാത്മികമായിട്ട് ബന്ധപ്പെടുത്തിയില്ലെങ്കിൽ ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ പോലും അത് നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പൊ കർമ്മത്തിനെ അകർമ്മം മാറ്റാനുള്ള ബുദ്ധിയും ധൈര്യവും നമുക്ക് വേണം. അങ്ങനെയാണ് നമുക്ക് അകർമ്മം നമ്മളെ രക്ഷിക്കുന്നത്. അപ്പൊ അതുപോലെ നമ്മൾ ദാനം കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ ഇതുപോലെ കാര്യം നമ്മൾ ദാനം കൊടുക്കുകയാണ് എന്നാൽ പോലും നമ്മൾ കൃഷ്ണാർപ്പണമസ്തു എന്ന് ഹൃദയപൂർവ്വം പറഞ്ഞുകൊണ്ടിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധ്യായം 5 കടക്കട്ടെ. ഹരേ കൃഷ്ണ. കർമ്മയോഗം. അർജുന ഉവാച സന്യാസം കർമ്മണാം കൃഷ്ണ പുനർയോഗം ച ശംസസി യശ്രേയ ഏതയോരേകം തന്മേ ബ്രൂഹി സുനിശ്ചിതം. അർജുനൻ പറഞ്ഞു, കൃഷ്ണ, കർമ്മം ഉപേക്ഷിക്കണമെന്ന് ഒരിക്കൽ അങ്ങ് എന്നോട് ആവശ്യപ്പെടുന്നു. പിന്നെ ഭക്തി പുരസ്സരം കർമ്മം അനുഷ്ഠിക്കാൻ പറയുന്നു. ഈ രണ്ടിലും വെച്ച് ശ്രേയസ്കരമായത് എന്താണെന്ന് ദയവായി എനിക്ക് പറഞ്ഞു തരാമോ? അപ്പൊ ഭക്തിയുതമായ കർമ്മത്തെയും ജ്ഞാനത്തോടെയുള്ള നൈഷ്കർമ്മത്തെയും ഒരേ സമയം പ്രധാനപ്പെട്ടതെന്ന് ഭഗവാൻ കൃഷ്ണൻ ഇവിടെ പറഞ്ഞത് അർജുനന് ആശയക്കുഴപ്പം ഉണ്ടാക്കി. അപ്പൊ കർമ്മത്തെയും സന്യാസത്തെയും ഒരിക്കലും ഇണക്കിക്കൊണ്ടുപോകാനാവില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അർജുനൻ അങ്ങനെ ഒരു സംശയം ഉണ്ടായത് ഇവിടെ. അപ്പൊ രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ശ്രീ ഭഗവാനുവാച സന്യാസ കർമ്മയോഗശ്ച നിശ്രേയസ്കരാവുഭൗ തയോസ്തു കർമ്മ സന്യാസാത് കർമ്മയോഗോ വിശിഷ്യതേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, കർമ്മപരിത്യാഗവും ഭക്തിയുതമായ കർമ്മവും മുക്തിക്ക് നല്ലത് തന്നെ. എങ്കിലും ഭക്തിയുതമായ സേവന കർമ്മമാണ് കർമ്മത്യാഗത്തെക്കാൾ ഉത്തമം. കാമ്യകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാല് വിവിധ തരം ശരീരങ്ങളിൽ ജന്മം എടുക്കേണ്ടി വരും. അങ്ങനെ ഭൗതിക ബന്ധനത്തിൽ നമ്മൾ പെട്ടുപോകും. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്ത് നമുക്ക് അതിനുള്ള ഫലം കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല് പിന്നെ ആ ഫലത്തിന് പെട്ട് നമ്മൾ വീണ്ടും കുറെ ജന്മം എടുക്കേണ്ടി വരും. അപ്പൊ അജ്ഞതയിൽ പെട്ട് നാം കർമ്മം ചെയ്താലും ഭഗവാന്റെ ഭക്തിയുത സേവനത്തില് ഒരാള് പ്രേമം വളർത്തിയെടുക്കണം. എന്നാൽ മാത്രമേ അയാൾക്ക് ഭൗതിക ബന്ധനത്തിൽ നിന്നും മുക്തനാകാനായിട്ട് സാധിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ കൃഷ്ണാബോധത്തോടെയുള്ള കർമ്മങ്ങള് കാമ്യകർമ്മങ്ങളിൽ പെടില്ല. കാരണം നമ്മൾ ഭഗവാൻ കൃഷ്ണന് വേണ്ടിയിട്ടാണ് കർമ്മം ചെയ്യുന്നത്. അപ്പൊ അത് കാമ്യകർമ്മത്തിൽ പെടില്ല. അപ്പൊ ഹൃദയശുദ്ധി ഉണ്ടാകുന്നത് വരെ നാം ഫലോദിഷ്ടങ്ങളില് പെട്ടുപോകും. അപ്പൊ നമുക്കറിയാം, ചിലപ്പോ പണ്ടൊക്കെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം വായിക്കുക അല്ലെങ്കിൽ ഹനുമാൻ ചാലിസ വായിക്കാം, നമുക്ക് അതെന്തെങ്കിലും ഒരു ഫലം നമ്മൾ ഇഷ്ടിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മള് ആ ഒരു ഫലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു പോകും. എന്നാല് ഈശ്വരന് വേണ്ടിയിട്ട് ഭക്തിയുത സേവനം ചെയ്തു തുടങ്ങുമ്പോൾ നമ്മുടെ കാമ്യകർമ്മങ്ങളുടെ ഈ ഫലങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ശ്ലോകം 3. നിത്യസന്യാസി യോ നാദ്വേഷ്ടി ന കാംക്ഷതി നിർദ്ദന്തോ ഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്യതേ. ഇവിടെ നിത്യസന്യാസി ആരാണ് എന്ന് ഭഗവാൻ പറയുന്നു. അതായത് താൻ ചെയ്യുന്നത് എന്തും കൃഷ്ണന് വേണ്ടിയിട്ട് ആയതുകൊണ്ട് അയാളുടെ മനസ്സിൽ ദ്വന്ദ്ങ്ങളില്ല. അതായത് ആഗ്രഹങ്ങളും ഇല്ല, വെറുപ്പുമില്ല. അപ്പൊ അങ്ങനെ ദ്വന്ദ്ങ്ങളിൽ നിന്നും പിന്നെ ഭൗതിക ബന്ധനത്തിൽ നിന്നും അയാള് മുക്തനാണ്. കാരണം നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ വീണ്ടും ഇതിൽ പെടുന്നത്. അപ്പൊ അങ്ങനെ ഇത് രണ്ടും ഇല്ലാത്ത ഒരാളാണ് മുക്തനാകുന്നത്. ശ്ലോകം 4. സാംഖ്യയോഗ പൃഥക് ബാല പ്രവദന്തി ന പണ്ഡിതഃ ഏകമപ്യാസ്തിത സത് സമ്യോർവിന്ദതേ ഫലം. അതായത് ഭക്തിയുത സേവനം പ്രപഞ്ചത്തെ വിശകലനം ചെയ്തുള്ള പഠനത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് പറയുന്നത് അജ്ഞാനികളാണ്. ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ നിപുണനായി കഴിഞ്ഞാൽ രണ്ടിന്റെയും ഫലം കിട്ടുമെന്ന് യഥാർത്ഥ പണ്ഡിതന്മാർ പറയുന്നു. അതായത് സാങ്കേതികം എന്ന് പറഞ്ഞാല് നമ്മൾ പ്രപഞ്ചത്തെ വിശകലനം ചെയ്തിട്ടുള്ള പഠനം. കർമ്മയോഗം എന്ന് പറഞ്ഞാല് ഭക്തിയുത സേവനം.
അപ്പൊ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസങ്ങളില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് പ്രപഞ്ചത്തെ വിശകലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാല് ഭൗതിക ലോകത്തിന്റെ ആത്മാവിനെ കണ്ടെത്തുകയാണ് എന്നതാണ്. അതായത് വിഷ്ണു അല്ലെങ്കിൽ പരമാത്മാവിനെ നമ്മൾ കണ്ടെത്തുക എന്നുള്ളത്. ഭഗവത് ഭക്തി സേവനം എന്ന് പറഞ്ഞാല് പരമാത്മാവിനെ സേവനം ചെയ്യുക എന്നതാണ്. അപ്പൊ ഇത് അനിവാര്യമായിട്ടുള്ളതാണ്. ഭഗവാന്റെ സേവനം ചെയ്യുകയാണ് ഏറ്റവും വലിയ അനിവാര്യമായിട്ടുള്ള കാര്യം. അപ്പൊ ഈ രണ്ട് പദ്ധതികളുടെ ഉദ്ദേശം എന്നത് ഒന്നു തന്നെ എന്ന് വിദ്വാൻമാർ മനസ്സിലാക്കുന്നു എന്നിവിടെ പ്രഭുപാദർ പറയുന്നു. ശ്ലോകം 5. യൽസാഖ്യേ പ്രാപ്യതേ സ്ഥാനം തദ്യോഗൈരപി ഗമ്യതേ ഏകം സാഖ്യം ച യോഗം ച യ പശ്യതി സാ പശ്യതി. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള രണ്ട് പദ്ധതികളുടെയും അന്തിമ നിർണയം എന്ന് പറഞ്ഞാല് ആത്മസാക്ഷാത്കാരമാണ്. അപ്പൊ ജീവസത്ത പരമാത്മാവിന്റെ അംശമാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഭഗവാന്റെ അംശമാണ്. അപ്പൊ ജീവസത്തയുടെ പരമലക്ഷ്യം എന്ന് പറഞ്ഞാലും ആത്മസാക്ഷാത്കാരമാണ്. അതായത് ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയണം. നാം ശരീരമല്ല, നമ്മൾ ആത്മാവാണെന്നുള്ള ഈ അറിവുകളെല്ലാം കിട്ടുക. അപ്പൊ സാഖ്യയോഗ പ്രകാരം ഒരു ജീവസത്ത പ്രഥമമായി ചെയ്യേണ്ടത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭൗതികമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കലാണ്. അപ്പൊ ഭക്തിയോഗത്തിലാണെങ്കിലോ, ഭക്തിയോഗത്തില് കൃഷ്ണാബോധ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കല്. അപ്പൊ ബാഹ്യമായിട്ട് ഇത് രണ്ടും വേറെ വേറെയാണ് നമുക്ക് തോന്നാം. പ്രപഞ്ചത്തിന്റെ വിശകലനം നമ്മൾ നോക്കുമ്പോൾ ഭൗതിക ബന്ധനത്തിൽ നിന്നും വേറിട്ട് നിൽക്കുക, അത് ഭൗതികങ്ങളുടെ ആഗ്രഹങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കാന്ന് പറഞ്ഞാലും ഭഗവാനെ സേവിക്കുക എന്ന് പറഞ്ഞാലും രണ്ടും ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഭൗതിക വസ്തുക്കളോടുള്ള വിരക്തിയും കൃഷ്ണനോടുള്ള ആസക്തിയും ഒന്ന് തന്നെ എന്ന് അറിയുന്ന ഒരാള് കാര്യങ്ങളെ യഥാർത്ഥമായി മനസ്സിലാക്കുന്നു എന്നാണ് പ്രഭുപാദയോട് പറയുന്നത്. ശ്ലോകം 6. സന്യാസസ്തു മഹാബാഹോ ദുഃഖമാപ്തുമയോഗതഃ യോഗയുക്തോ മുനിർബ്രഹ്മ അചിരേണാധിഗച്ഛതി. എല്ലാ കർമ്മങ്ങളും ത്യജിച്ചു എന്നിരിക്കലും ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടാതെ ആർക്കും സന്തുഷ്ടി നേടാനാവില്ല. ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ചിന്താശാലിയായ ഒരു വ്യക്തി അചിരേണ പരമപദം പ്രാപിക്കും. അതായത് ഭഗവത് സേവനത്തിന്റെ ഇമ്പോർട്ടൻസ് ഇവിടെ പറയുന്നുണ്ട്. സന്യാസികൾ തന്നെ 2 വിധമുണ്ടെന്ന് പറയുന്നത്. അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ സാങ്ക്യ സിദ്ധാന്തത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മായാവാദികളും ഭഗവത് തത്വശാസ്ത്രം പഠിക്കുന്നതിൽ മുഴുകിയിരിക്കുന്ന വൈഷ്ണവ സന്യാസികളും. അപ്പൊ ഈ മായാവാദി സന്യാസികൾ എന്ന് പറഞ്ഞാല് അവര് ആത്മസാക്ഷാത്കാരത്തിന് മാർഗത്തിൽ നിന്ന് മാറി ലോകത്തിന് ഉപകാരപ്രാപ്തമുള്ള ഭൗതിക കാര്യങ്ങളിൽ വന്നുപെടാറുണ്ട്. അപ്പൊ ചിലര് ഊഹോപോഹങ്ങൾ നടത്തും. അപ്പൊ അങ്ങനെ നടത്തുന്ന സന്യാസികളെക്കാൾ എത്രയോ ശ്രേഷ്ഠമായ നിലയിലാണ് കൃഷ്ണാബോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്ന് പ്രഭുപാദരോട് പറയുന്നു. അപ്പൊ ഊഹോപോഹം നടത്തുന്നവരും ഒട്ടേറെ ജന്മങ്ങൾ ശേഷം അവരും കൃഷ്ണാബോധത്തിലെത്തും എന്നാണ് പ്രഭുപാദരോട് പറയുന്നത്. അപ്പൊ ശ്ലോകം 7. യോഗയുക്ത വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മഭൂതാത്മാ കുർവന്നപി ന ലിപ്യതേ. ഭക്തിപൂർവം പ്രവർത്തിക്കുന്നവനും വിശുദ്ധാത്മാവും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുന്നവനായ ഒരാൾ എല്ലാവർക്കും പ്രിയങ്കരനാണ്. അദ്ദേഹം എല്ലാവരെയും സ്നേഹിക്കും. പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നാലും യാതൊരു കർമ്മവും അദ്ദേഹത്തെ ബാധിക്കുകയുമില്ല. അപ്പൊ കൃഷ്ണാബോധത്തോടുള്ള ഒരാള് എപ്രകാരമായിരിക്കും എങ്ങനെയായിരിക്കും അയാൾ പ്രവർത്തിക്കുക എന്നൊക്കെയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ കൃഷ്ണാബോധമുള്ള ഒരാള് എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കുന്നു. അതിനാൽ അയാൾ എല്ലാവരെയും അത് മാത്രമല്ല, ആ സ്നേഹിക്കുമ്പോൾ അയാള് കൃഷ്ണാബോധമുള്ള എല്ലാവരെയും സേവിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അയാൾ പ്രിയങ്കരനാണ്. അപ്പൊ അതുപോലെ അവബോധം ശുദ്ധമായിരിക്കും. കൃഷ്ണാബോധം സ്വീകരിക്കുമ്പോൾ നമ്മുടെ അവബോധം ശുദ്ധമായി, അതുകൊണ്ട് മനസ്സും പൂർണ്ണമായി നിയന്ത്രിക്കാൻ നമുക്ക് കഴിവുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ദ്രിയങ്ങളും നിയന്ത്രിതമാകുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഇന്ദ്രിയങ്ങൾ ആഗ്രഹം പൂർത്തീകരിക്കുന്നുള്ള ആഗ്രഹങ്ങളൊന്നും നമുക്ക് ഇല്ലാണ്ടായി വരും. അപ്പൊ കൃഷ്ണന്റെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അയാൾ ഭഗവാനിൽ നിന്നും ഒരിക്കലും വേർപ്പെടുന്നില്ല. അപ്പൊ ഇന്ദ്രിയ ദമനം സാധിച്ച ഒരാള് ആരോടും ഒരു അപരാധം ചെയ്യുകയില്ല. അപ്പൊ ഇവിടെ അർജുനൻ അപരാധം ചെയ്തില്ലേ എന്നൊരു സംശയിക്കുന്നവരുണ്ട്. പക്ഷേ ഇവിടെ അർജുനൻ യുദ്ധം ചെയ്തു തന്നെ കൃഷ്ണാവബോധത്തോടെയാണ്. അത് മാത്രമല്ല, ഭഗവാന്റെ കൽപ്പന നിറവേറ്റുകയാണ് അർജുനൻ ചെയ്തത്. അപ്പൊ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഒരാളെ കർമ്മഫലങ്ങൾ ബാധിക്കയില്ല എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു. ശ്ലോകം 8. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിത് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഗ്രൻ അസ്നൻ ഗച്ഛൻ സ്വപൻശസൻ.
9 കൂടി ഒരുമിച്ചിട്ട് പറയാം. പ്രലപൻ വിസൃജൻ ഗൃഹണൻ ഉന്മിഷൻ നിമിഷന്നപി ഇന്ദ്രിയാണിന്ദ്രിയാത്തേഷു വർത്തന്ത ഇതി ധാരയൻ. ദിവ്യാബോധമുള്ള വ്യക്തി ദർശനം, ശ്രവണം, സ്പർശനം, ഘ്രാണം, അശനം, ഗമനം, നിദ്ര, ശ്വാസോച്ഛ്വാസം തുടങ്ങി എന്ത് തന്നെ ചെയ്യുമ്പോഴും വാസ്തവത്തിൽ ഒന്നും ചെയ്യുന്നില്ലെന്ന് അയാൾക്ക് അറിയാം. കാരണം സംസാരിക്കുമ്പോഴും വിസർജിക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴും കണ്ണു തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും എല്ലാം ഭൗതികമായ ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങളിൽ വ്യാപരിക്കുകയാണ് ചെയ്യുന്നതെന്നും അയാൾ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തനാണെന്നും സ്വയം മനസ്സിലാക്കുന്നു. അപ്പൊ 8ാമത്തെ ശ്ലോകവും 9ാമത്തെ ശ്ലോകം പറയുന്നത് ഇവിടെ എന്താ വെച്ചാല്, ഇവിടെയും കൃഷ്ണാവബോധമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ശരീരവും ഇന്ദ്രിയങ്ങളും കൊണ്ട് അയാൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമെന്ന് നമുക്ക് തോന്നും. എന്നാൽ അയാൾ തന്റെ ആധ്യാത്മിക പ്രവർത്തനമാകുന്ന യഥാർത്ഥ സ്ഥിതിയെ പറ്റി അയാൾക്ക് ബോധവാനാണ്. ഉദാഹരണത്തിന് നമ്മൾക്ക് വേണമെങ്കിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ മാർക്കറ്റിൽ പോകുമ്പോൾ നമുക്ക് വേണേ കൃഷ്ണാബോധത്തിൽ കൂടി തന്നെ നമുക്ക് ജീവിക്കാം. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മളിത് ഭഗവാന് വേണ്ടി പ്രസാദം ഉണ്ടാക്കാനാണ് പോകുന്നത് എന്നുള്ള ആ ചിന്തയിൽ കൂടി പോകുമ്പോൾ നല്ല സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് സ്വീകരിക്കണം, നല്ലത് നോക്കിയെടുക്കണം. അപ്പൊ ഇതെല്ലാം നമ്മുടെ കൃഷ്ണന് വേണ്ടി നമ്മൾ ചെയ്യുന്നു എന്നുള്ള ആ ഒരു ചിന്തയില്. അതേപോലെ നമ്മൾ നടന്നു പോകുമ്പോൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം നമുക്ക് പതുക്കെ മനസ്സിൽ ചൊല്ലിക്കൊണ്ട് പോകാം. പിന്നെ പ്രഭുപാദർ പറയുന്നുണ്ട് ഇതുപോലെ നമ്മൾ വഴിയിൽ കൂടി പോകുമ്പോൾ നല്ല പൂക്കൾ കാണുമ്പോൾ നമുക്ക് വേണേ ചിന്തിക്കാം, ഭഗവാനെ ഈ പൂക്കൾ ഭഗവാനെ അലങ്കരിക്കും, എത്ര ഭംഗിയായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാം. അതും ഒരു കൃഷ്ണാബോധ പ്രവർത്തനം തന്നെയാണ്. പിന്നെ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട് ഭഗവാൻ പിന്നെ ജലത്തിന്റെ രസം ഞാനാകുന്നു. അപ്പൊ വെള്ളം നമ്മൾ ഈ ഉഷ്ണക്കാലത്ത് നമ്മൾ ഒത്തിരി ദാഹിച്ചിരിക്കുമ്പോൾ ഇത്തിരി വെള്ളം കുടിക്കും, എത്ര പ്രാവശ്യം നമുക്ക് ഭഗവാനെ സ്മരിക്കാൻ കഴിയും. കാരണം ഓരോ പ്രാവശ്യം ആ വെള്ളം കുടിക്കുമ്പോൾ അത്രയും ദാഹത്തിലിരിക്കുമ്പോൾ കുടിക്കുമ്പോൾ വെള്ളത്തിന്റെ രുചി നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ നമുക്ക് വിചാരിക്കാം ഭഗവാനെ ഈ വെള്ളം, ചിലപ്പോൾ നമുക്ക് കുളിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം ഭഗവാൻ ഇത്രയും ശുദ്ധമായിട്ടുള്ള വെള്ളം നമുക്ക് കിട്ടുന്നു, അങ്ങയുടെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സ്നാനം ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ ഈ ജീവിതത്തില് ഏതെല്ലാം പ്രവൃത്തിയിൽ കൂടി നടക്കുമ്പോൾ ഒരു കോർപ്പറേറ്റ് ഇതില് വർക്ക് ചെയ്യുന്ന ഒരാള്, ഇപ്പോഴല്ല ഹരേകൃഷ്ണ TV-യിൽ ഒരിക്കൽ കണ്ടതാ, അദ്ദേഹത്തിനോട് ഒരാൾ ചോദിച്ചാൽ അദ്ദേഹം പ്രസാദം കഴിച്ചിട്ട് മായാപൂരിലെത്തി പ്രസാദം കഴിച്ചിട്ട് ഒരു ഭക്തനായി മാറിയതാണ്. അതിനു മുമ്പ് ഒരു ഭക്തനായിരുന്നില്ല, അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ഭക്തന്മാരായിരുന്നില്ല. പക്ഷെ അദ്ദേഹം അങ്ങനെ ആ ഭക്തനായതിനു ശേഷം അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോ ഒരു TV-യിലെ ഒരു ഇതില് അഭിമുഖത്തിൽ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ഈ വാക്കുകൾ തന്നെയാണ്. കാരണം നമ്മൾ നടന്നു പോകുമ്പോൾ എങ്ങനെയാണ് താങ്കൾ ഇത്രയും വലിയ ഒരു വർക്കിംഗ് ചെയ്ത ഒരാള് എങ്ങനെ ഭഗവാൻ ഈ കൃഷ്ണാബോധത്തിൽ വന്നിട്ട് എങ്ങനെ താങ്കൾ ഇങ്ങനെ കൃഷ്ണനെ പറ്റി സ്മരിക്കാൻ സമയം കിട്ടുക? കാരണം ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഈ കുട്ടികളൊക്കെ എഞ്ചിനീയറിംഗ് പഠിച്ച അങ്ങനെ എല്ലാ ഫീൽഡിലും വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് രാവിലെ എണീറ്റാല് വൈകിട്ട് വരെ അവർ 7, 7:30, 8 മണി വരെയും അവര് ജോലിയിലാണ്. പിന്നെ അവർക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ സമയമില്ല, കുട്ടികളെ നോക്കാൻ ഒന്നിനും സമയമില്ല. പക്ഷെ എന്നാലും അദ്ദേഹത്തിനാണെങ്കിൽ പാർലമെന്റിൽ വരെ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ സേവനം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ 24 മണിക്കൂറും കൃഷ്ണാബോധത്തിലാണ്. കാരണം എങ്ങനെയാന്ന് വെച്ചാൽ വഴിയിൽ കൂടി നടന്നു പോകുമ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക, അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഭഗവാൻ ഇതും അങ്ങയുടെ ഭക്തനാണല്ലോ എന്ന രീതിയിൽ നമുക്ക് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിൽ കൃഷ്ണാബോധത്തോടെ തന്നെ നമുക്ക് ജീവിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ശ്ലോകം 10. ബ്രഹ്മണ്യാധായ കർമാണി സംഘം ത്യക്താ കരോതി ലിപ്യതേന സ പാപേന പത്മപത്ര വിമാംബസോ. ആസക്തി കൂടാതെ ഫലത്തെ പരമപുരുഷന് സമർപ്പിച്ചതുകൊണ്ട് തന്റെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരാളെ താമരയിലയിൽ വെള്ളം എന്ന പോലെ ദുഷ്കർമ്മഫലങ്ങൾ ബാധിക്കുകയില്ല. അതായത് ഇവിടെ ബ്രഹ്മണി എന്ന ശ്ലോകം പറയുന്ന ബ്രഹ്മണി എന്ന പദത്തിനർത്ഥം കൃഷ്ണാബോധത്തിൽ എന്നാണ് പറയുന്നത്. അപ്പൊ ഈശോപനിഷത്തിൽ പറയുന്നുണ്ട് കൃഷ്ണനുമായി ബന്ധമുള്ളത് കൊണ്ട് എല്ലാം കൃഷ്ണന്റേതാണ് എന്ന്. അപ്പൊ ഭഗവാൻ ഭഗവത്ഗീതയില് 3:30 പറയുന്ന മൈ സർവാണി കർമാണി സന്യസ്യ, അതായത് സർവകർമ്മങ്ങളും എനിക്കായി കൊണ്ട് ചെയ്യുക എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പൊ ചുരുക്കി പറഞ്ഞാല് കൃഷ്ണാബോധവനായിട്ടുള്ള ഒരു വ്യക്തി ഈ ശരീരം കൃഷ്ണന്റേതായതുകൊണ്ട് കൃഷ്ണ സേവനത്തിനായി ഉപയോഗപ്പെടുത്തണമെന്ന അറിവോടെ പ്രവർത്തിക്കുന്നു. അതായത് കൃഷ്ണാബോധമുള്ള ഒരാൾ എപ്പോഴും അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. കാരണം താൻ എന്ത് ചെയ്യും, പ്രസാദം വെക്കണം, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നുള്ള ആ ഒരു ചിന്തയിലൂടെ പോകുമ്പോൾ അയാൾ അത് ആ അറിവോട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ കൃഷ്ണാബോധമില്ലാത്ത ഒരാള് ഇന്ദ്രിയ
ദേഹ അവബോധത്തിലാണ് പ്രവൃത്തി ചെയ്യുന്നത്. കൃഷ്ണാബോധത്തില് അല്ലാത്ത ഒരാൾ എപ്പോഴും തനിക്കിപ്പം ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് അയാൾ വിചാരിക്കുക എന്താ എനിക്കിന്ന് ഇഷ്ടമുള്ളത് എന്താ ഉണ്ടാക്കണേ ഞാൻ. അപ്പൊ നമ്മുടെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാകും. അതേ സമയം കൃഷ്ണാബോധത്തിലുള്ള ഒരു വ്യക്തി ചിന്തിക്കുന്നത് ഇന്ന് ഭഗവാന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ഭോഗം ഉണ്ടാക്കും എന്നുള്ള ചിന്തയിലാണ് വ്യത്യാസം. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ശ്ലോകം 11. കായേന മനസാ ബുദ്ധ്യാ കേവലൈരിന്ദ്രൈരപി യോഗിന കർമ്മ കുർവന്തി സംഘം ത്വക്താത്മശുദ്ധയേ. യോഗികൾ അനാസക്തരായി ശരീരം, മനസ്സ്, ബുദ്ധി എന്നിവ കൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടുപോലും ആത്മശുദ്ധിക്ക് വേണ്ടി മാത്രം പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. അതായത് ഭക്തിരസാമൃത സിന്ധുവില് പറയുന്നുണ്ട്, കൃഷ്ണാബോധത്തോടെ കൃഷ്ണ സേവനത്തിന് പ്രവർത്തിക്കുന്ന അവര് ഭൗതികമായ കാര്യങ്ങൾ ചെയ്ത് പോലും അവര് മുക്തന്മാർ തന്നെയാണ്. അപ്പൊ കാരണം എന്താ വെച്ചാല് അയാൾക്ക് മിഥ്യാഹങ്കാരം ഇല്ല. അപ്പൊ താൻ ഈ ശരീരമാണെന്നോ അല്ലെങ്കിൽ ശരീരം തന്റേതാണെന്നോ അയാൾ വിചാരിക്കുന്നില്ല. അപ്പൊ താൻ സമ്പാദിച്ചതെല്ലാം തന്റെ കൈവശമുള്ളതെല്ലാം തന്നെ കൃഷ്ണാബോധത്തിനായി പ്രയോജനപ്പെടുത്തുന്നത് കൊണ്ട് അയാള് കൃഷ്ണനുമായിട്ട് ബന്ധം പുലർത്തുന്നു എന്നാണ് പറയുന്നത്. ശ്ലോകം 12. യുക്ത കർമ്മഫലം ത്യക്ത ശാന്തിമാപ്നോതി നൈഷ്ഠികം അയുക്ത കാമകാരേണ ഫലേ സക്തോ നിബധ്യതേ. സ്ഥിരചിത്തനായൊരു ഭക്തൻ കർമ്മഫലങ്ങളെല്ലാം എനിക്ക് അർപ്പിക്കുന്നത് കൊണ്ട് സമ്പൂർണ്ണ സമാധാനം നേടുന്നു. എന്നാൽ ഈശ്വരനിൽ നിന്ന് വേർപെട്ടു നിൽക്കുന്നവൻ തന്റെ കർമ്മഫലങ്ങളിൽ അത്യാഗ്രഹിയാകയാൽ അതിൽപ്പെട്ട് വലയുന്നു. അപ്പൊ പരമമായ സത്യത്തെ അറിയാതെ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് തന്റെ ഫലങ്ങളെ കുറിച്ച് ഉത്കണ്ഠ ഉണ്ടാവും. അതായത് നമുക്ക് ഇന്ദ്രിയമായിട്ടുള്ള ആഗ്രഹങ്ങൾ നേടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ ജോലി എടുക്കുമ്പോൾ നമുക്കത് ആ കാര്യങ്ങൾ നടന്നു കിട്ടുമോ അല്ലെങ്കിൽ അത് വിജയിക്കുമോ എന്നുള്ള ഒരു ആവലാതി ഉണ്ടാവും. നമുക്ക് അതിൽ നിന്ന് ലാഭം ഉണ്ടാവോ എന്നൊക്കെ, അല്ലെങ്കിൽ അതിൽ നമുക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകുന്നു. അപ്പൊ അതുകൊണ്ട് അയാൾക്ക് ശാന്തി ഉണ്ടാവുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കൃഷ്ണനെ ഒഴികെ മറ്റൊന്നിലും നിലനിൽപ്പില്ല എന്ന അറിവാണ് ശാന്തിയുടെയും നിർഭയതയുടെയും തലം. ഇതാണ് കൃഷ്ണാബോധത്തിന്റെ രഹസ്യം. അപ്പൊ കൃഷ്ണാബോധം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തില് പല പ്രശ്നങ്ങൾ വന്നാൽ പോലും നമുക്കത് നേരിടാനുള്ള ഒരു മനസാന്നിധ്യം നമുക്ക് കിട്ടും. അതുപോലെ നമ്മൾ എന്ത് ജോലി എടുക്കുമ്പോഴും അത് നമുക്ക് ലാഭം കിട്ടുമോ അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ചിന്ത നമുക്കില്ല. കാരണം നമ്മൾ ഭഗവാന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ കൂടി നമുക്ക് മനസ്സിനെ ശാന്തമായി കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് എന്നുള്ളതാണ് കൃഷ്ണാബോധത്തിന്റെ രഹസ്യം എന്ന് പ്രഭുപാദരിവിടെ പറയുന്നു. ശ്ലോകം 13. സർവകർമാണി മനസാ സന്യാസസ്തേ സുഖം വശി നവദ്വാരേ പുരേ ദേഹി നൈവ കുർവന്ന കാരയൻ. ശരീരസ്ഥനായ ആത്മാവ് തന്റെ പ്രകൃതത്തെ നിയന്ത്രിച്ച് സർവകർമ്മങ്ങളെയും മനസ്സാ പരിത്യജിച്ചുകൊണ്ട് 9 വാതിലുകളുള്ള പുരത്തിൽ ഭൗതിക ശരീരത്തിൽ സുഖമായി വാഴുന്നു. ഒന്നും ചെയ്യുന്നില്ല, ചെയ്യിക്കുന്നതുമില്ല. അതായത് പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങളുടെയും നിയന്താവാണ് ജീവസത്തയുടെ ശരീര അന്തർഭാഗത്ത് കഴിയുന്ന ഭഗവാൻ. അപ്പൊ 9 ദ്വാരങ്ങളുള്ള ഈ ശരീരം ആണ് ഈ പുരം എന്നിവിടെ പറയുന്നത്. അപ്പൊ 2 കണ്ണ്, 2 നാസാദ്വാരങ്ങള്, 2 ചെവി, വായ, ഗുദം, ഉത്പാദനേന്ദ്രിയങ്ങൾ, ഇതെല്ലാം കൂടി 9 ദ്വാരങ്ങളുള്ള ഈ ശരീരത്തിനെ ആണ് 9 ശരീരത്തിന് ഈ പുരം എന്ന് പറയുന്നത്. അപ്പൊ ഈ പുരത്തിലെ പ്രവർത്തനങ്ങൾ എപ്രകാരമാണ് നടക്കുന്നത്? അതായത് പ്രകൃതിയുടെ പ്രത്യേക ഗുണങ്ങൾക്കനുസരിച്ച് യാന്ത്രികമായിട്ടാണ് നടന്നു വരുന്നത്. പക്ഷേ കൃഷ്ണാബോധം വന്നു കഴിഞ്ഞാല് ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവനും ഭഗവാന് വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാഹ്യവും ആന്തരികവുമായ പ്രവർത്തനങ്ങളിൽ നിന്നും അവൻ മുക്തനാണ്. കാരണം ഭഗവാന് വേണ്ടി ചെയ്യുന്ന കാര്യമാകുമ്പോൾ നമുക്ക് മറ്റൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പുറമെ എന്ത് നടക്കുന്നു നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഇതിൽ നിന്നും അയാൾ മുക്തനാണെന്ന് പറയുന്നു. ശ്ലോകം 14. ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭുഃ ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ. ശരീരസ്ഥനായ ആത്മാവ് തന്റെ ശരീരമാകുന്ന പുരത്തിന്റെ ഉടമസ്ഥൻ കർമ്മങ്ങൾ ഉണ്ടാക്കുന്നില്ല, കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുമില്ല, കർമ്മഫലങ്ങൾ ഉണ്ടാക്കുന്നതുമില്ല. പ്രകൃതിയിലെ ത്രിഗുണങ്ങളാണ് ഇവയ്ക്കെല്ലാം കാരണം. അതായത് ജീവാത്മാവ് ഭഗവാന്റെ ശക്തികളിൽ ഒന്നാണ്, നമുക്കറിയാം. അപ്പൊ ജീവാത്മാവ് എന്നും ഈ ഭൗതിക പ്രപഞ്ചത്തോട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പോ താൻ ശരീരമാണ്, താനാണ് ഇതിന്റെ ഉടമ എന്നുള്ള ആ ചിന്ത വെക്കുന്നതിന് അജ്ഞതയാണെന്നാണ് പറയുന്നത്. അപ്പൊ ശാരീരിക ക്ലേശങ്ങൾക്കും ദുഃഖത്തിനും കാരണം ആകുന്നത് എന്താന്ന് വെച്ചാല് ഈ പ്രപഞ്ചമാകുന്ന സമുദ്രത്തിൽ കിടന്ന്
ഈ ജീവൻ നിലനിൽപ്പിനായിട്ട് പാടുപെടുകയാണ്. അതായത് താൻ ശരീരമാണ്, താനാണ് അതിന്റെ ഉടമസ്ഥയാണ്, എല്ലാം താനാണെന്നുള്ള ആ ചിന്തയിലാണ് എല്ലാ പ്രവൃത്തിയും ചെയ്യുന്നത്. അപ്പൊ ഈ കടലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരേ ഒരു ഉപായം മാത്രമാണ് ഇവിടെ നമുക്കുള്ളൂ. അതാണ് കൃഷ്ണാവബോധം എന്ന പ്രഭുപാദർ ഇവിടെ പറയുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ കൃഷ്ണാവബോധത്തിൽ കൂടി എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമുക്ക് മനസ്സമാധാനവും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തിക്കൊണ്ടു പോകാൻ കഴിയും എന്ന് പ്രഭുപാദയുടെ ഊന്നി പറയുന്നുണ്ട്. 15 നാദത്തെ കസ്യചിത് പാപം ന ചൈവ സുകൃതം വിഭുഃ ന ജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. സർവേശ്വരൻ ആരുടെയും പുണ്യപാപങ്ങളെ സ്വീകരിക്കുന്നില്ല. യഥാർത്ഥ ജ്ഞാനത്തെ മൂടിയിരിക്കുന്ന അജ്ഞാനം കാരണമാണ് ജീവജാലങ്ങൾ വ്യാമോഹിതരാകുന്നത്. അപ്പൊ ഈ ശ്ലോകത്തില് വിഭു എന്ന് പറഞ്ഞാല് ജ്ഞാനം, ഐശ്വര്യം, ബലം, കീർത്തി, സൗന്ദര്യം, വൈരാഗ്യം എന്നിവ തികഞ്ഞ സർവേശ്വരനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ആത്മാരാമനായ ഭഗവാനാണ് ഭഗവാന് പുണ്യപാപങ്ങള് അലട്ടുന്നതേയില്ല. ജീവസത്തയ്ക്കാണെങ്കിൽ പരിമിതമായി ഉള്ള കഴിവുകളേ ഉള്ളൂ. നമുക്കറിയാം നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ അപൂർണങ്ങളാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അപ്പൊ അജ്ഞത മൂടപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ അപൂർണങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അജ്ഞത ഉണ്ടാകാം. എന്നാൽ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാന് വിഭുവായിരിക്കുമ്പോൾ ജീവസത്ത ഒരു അണു, അതാണ് തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ ജീവാത്മാവിന് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും ആഗ്രഹിക്കാനൊക്കെ കഴിവുണ്ട്. അപ്പൊ ഈ ആഗ്രഹങ്ങളിൽ പെട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണം, അല്ലെങ്കിൽ നമുക്ക് നേടണം എന്നുള്ള നമ്മളെ ആഗ്രഹങ്ങൾ ഉണ്ടാവും, നമ്മൾ പരിഭ്രാന്തരാകും. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യും? ആ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി അനുവാദം നൽകും നമുക്ക് വേണ്ടി. പക്ഷെ ആ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് കഴിയുമ്പോൾ ആ കർമ്മത്തിന്റെ പ്രതികർമ്മം, അതിന് പിന്നെ നമ്മുടെ ആഗ്രഹം ഉണ്ടായി ആ ആഗ്രഹത്തിന് മേലിൽ ഉണ്ടാവുന്ന പ്രതികർമ്മത്തിന് ഭഗവാൻ ഉത്തരവാദിയല്ല. അപ്പോ ഭഗവാൻ നിഷ്പക്ഷയായതുകൊണ്ട് ഒരിക്കലും ജീവജാലങ്ങളുടെ ആഗ്രഹങ്ങളിൽ ഇടപെടാറുമില്ല. അതേസമയം ഒരാൾ കൃഷ്ണനെ ആഗ്രഹിക്കുകയാണെങ്കിൽ, ഇവിടെ പറഞ്ഞ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹം നമ്മുടെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പൂർത്തീകരിക്കാൻ ഭഗവാൻ നമുക്ക് സഹായിക്കും. പക്ഷെ അതിന്റെ പ്രതിപ്രവർത്തനങ്ങൾ ഭഗവാൻ അനുഭവിക്കുന്നില്ല. അതിന് ഭഗവാൻ ഇതില്ല. പക്ഷെ നമ്മള് അതേസമയം നമ്മൾ ആഗ്രഹിക്കുന്നത് കൃഷ്ണനെയാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ഭഗവാൻ എന്ത് ചെയ്യും? പ്രത്യേകം ശ്രദ്ധ വെച്ചിട്ട് ഭഗവാൻ പ്രാപ്തിയുടെ ശാശ്വത സുഖം നേടാൻ ഉതകുന്ന വിധത്തിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഇപ്പൊ ഉദാഹരണത്തിൽ തന്നെ ഇവിടെ വന്നിരിക്കുന്ന പുതിയ ഭക്തന്മാര് തന്നെ, സത്യത്തിൽ അവരെല്ലാം ഈ സീരിയലൊക്കെ വിട്ടിട്ടാണ് അവരിവിടെ വന്നിരിക്കുന്നത്. എത്രയോ പേര് ഇവിടെ വരാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായെങ്കിലും എല്ലാവരൊന്നും എത്തിയിട്ടില്ല. അപ്പൊ ഈ സീരിയല് വേണ്ട, അതായത് നമുക്ക് ആ ഭൗതികമായിട്ടുള്ള ആ ഒരു സുഖം, കുറച്ചു നേരത്തേക്ക് ടിവിയിൽ കാണുന്ന ആ ഒരു സുഖം നമുക്ക് വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആ ഭക്തന്മാർക്ക് ഇരിക്കാൻ, മനസ്സാന്നിധ്യത്തോടെ ഇരിക്കാനുള്ള ഒരു പ്രേരണ ഭഗവാൻ നൽകുന്നത് കൊണ്ടാണ് ഇത്രയും ഭക്തന്മാരെങ്കിലും ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. അപ്പൊ തന്റെ അല്പത്വം കാരണം തന്റെ മൂലസ്വരൂപമായ ഭഗവത് സേവനം മറന്ന് അജ്ഞാനത്തിൽ മുഴുകുന്നത് കൊണ്ട് തന്റെ ബദ്ധജീവിതത്തിന് കാരണം ഭഗവാനാണെന്ന് അയാൾ തെറ്റിദ്ധരിക്കുന്നു എന്ന് പറയുന്നു ഇവിടെ. ശ്ലോകം 16. ജ്ഞാനേന തു തദജ്ഞാനം യേഷാം നാശിതമാത്മനഃ തേഷാമാദിത്യവജ്ഞാനം പ്രകാശയതി തൽപരം. അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ജ്ഞാനം കൊണ്ട് ഒരാൾ പ്രകാശിതനാവുമ്പോൾ പകൽ സമയത്ത് സൂര്യൻ എല്ലാം പ്രകാശിപ്പിക്കുന്നത് പോലെ അയാളുടെ ജ്ഞാനം എല്ലാം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അതായത് അജ്ഞാനം കൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അതേസമയം ജ്ഞാനം എന്താണ്? ഒരാൾ സ്വയം കൃഷ്ണന് സമർപ്പിതമാകുമ്പോഴാണ് പരിപൂർണ ജ്ഞാനത്തില് ഉദിക്കുന്നത്. അപ്പൊ ഭഗവത്ഗീത 7:19 പറയുന്ന ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻമാം പ്രപദ്യന്തേ. അതായത് അനേകം ജന്മങ്ങൾക്ക് ശേഷമാണ് പരിപൂർണ ജ്ഞാനം നേടിയ ജീവൻ സ്വയം സമർപ്പിതനാകുമ്പോൾ അയാൾക്ക് എങ്ങനെയാണ്? രാത്രിയിൽ ഇരുട്ടിൽ നമ്മൾ കാണുന്ന ഒരു സാധനം നമ്മൾ കാണില്ല, എല്ലാം ഒന്നായിട്ട് തന്നെ കാണുള്ളൂ. അതേസമയം സൂര്യപ്രകാശം ഉദിക്കുമ്പോൾ ആ ഇരുട്ടില് കാണാത്ത പല പല കാര്യങ്ങളും നമുക്ക് മനസ്സിൽ കാണാൻ സാധിക്കും. അപ്പൊ താൻ ശരീരമല്ല ആത്മാവാണെന്ന ജ്ഞാനം മാത്രം പോരാ, ഭഗവാനും താനും, അതായത് പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ബന്ധം കൂടി മനസ്സിലാക്കണം. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് പരമ്പരയിൽപ്പെട്ട ഒരു ആത്മീയ ഗുരുവിൽ നിന്നിട്ട് അതിനെക്കുറിച്ചുള്ള ജ്ഞാനം സ്വീകരിക്കണം. അപ്പോൾ ഇരുട്ടത്ത് എല്ലാ വസ്തുക്കളും ഒന്നായി കാണപ്പെടുമ്പോൾ നമുക്ക് അറിയില്ല. അതേസമയം സൂര്യൻ ഉദിക്കുമ്പോൾ ഓരോന്നും യഥാർത്ഥ രൂപത്തിൽ നമുക്ക് കാണിക്കാൻ സാധിക്കുന്നത് പോലെ നമ്മളെ ആത്മീയ ഗുരു ഇത് ഈ ജീവാത്മാവും പരമാത്മാവും തമ്മിൽ എന്താണെന്നുള്ള ബന്ധം എല്ലാം നമുക്ക് മനസ്സിലാക്കി തരും.
ശ്ലോകം 17. തദ്ബുദ്ധ യസ്തദാത്മാന തന്നിഷ്ടാസ്തത്പരായണഃ ഗച്ഛന്ത്യ പുനരാവർത്തിം ജ്ഞാനനിർധൂത കൽമഷഃ. അതായത് ബുദ്ധിയും മനസ്സും വിശ്വാസവും ആശ്രയവുമെല്ലാം പരമ്പൊരുളിൽ ഉറപ്പിച്ചു നിർത്തുമ്പോൾ പരിപൂർണ ജ്ഞാനത്താൽ സംശയങ്ങൾ ഒഴിഞ്ഞ് മുക്തിമാർഗത്തിൽ മുന്നേറുന്നു. ഭഗവത്ഗീതയുടെ കേന്ദ്ര ബിന്ദു എന്താണ്? ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്നതാണ്. അപ്പൊ ഭഗവാനെ 3 പേരുകളില് നമുക്ക് മനസ്സിലാക്കാം. ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ. അപ്പൊ പരമസത്യത്തിന്റെ പരമകാഷ്ഠയാണ് ഭഗവാൻ. അവ്യക്തിഗത ബ്രഹ്മത്തിന്റെ ആധാരവും കൃഷ്ണൻ തന്നെ. എങ്ങനെ നോക്കിയാലും കൃഷ്ണനാണ് പരമസത്യം. അപ്പൊ അതുകൊണ്ട് തന്റെ ബുദ്ധിയും മനസ്സും വിശ്വാസവും എല്ലാം കൃഷ്ണനില് ഉറപ്പിച്ചു നിർത്തിയാൽ എല്ലാ സംശയങ്ങളും നീങ്ങുകയും അതീന്ദ്രിയമായ വിഷയങ്ങളെക്കുറിച്ച് പരിപൂർണ ജ്ഞാനം ഉദിക്കുകയും ചെയ്യും എന്നിവിടെ പറയുന്നു. ഇനി ശ്ലോകം 18. വിദ്യാ വിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ സ്വപാകേച പണ്ഡിതാഹ സമദർശിനഃ. ഇതൊരു വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ശ്ലോകമാണ്. അപ്പൊ ശരിക്കും ആധ്യാത്മികം പഠിക്കുന്ന ഒരു വ്യക്തി എല്ലാ ഇതില് ഞാൻ വായിച്ചില്ലെന്നുള്ളില് അറിവും വിനയവുമുള്ള ബ്രാഹ്മണനെയും പശുവിനെയും ആനയെയും നായയെയും നായ് മാംസം ഭക്ഷിക്കുന്ന ചണ്ടാലനെയും സമദൃഷ്ടിയോടെയാണ് യഥാർത്ഥ ജ്ഞാനമുള്ളവരായ വിനയാന്വിതരായ പണ്ഡിതന്മാർ വിവക്ഷിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ശരിക്കും ആധ്യാത്മികമായി പഠിക്കുന്ന ഒരു വ്യക്തി എല്ലാത്തിനെയും ഒരേപോലെ സ്നേഹിക്കും. പശുവായാലും ചെടികളായാലും പിന്നെ മനുഷ്യനായാലും ഒരുപോലെ സ്നേഹിക്കും. അപ്പൊ അവരെ ഉപദ്രവിക്കണമെന്ന ചിന്ത പോലും വരില്ല. ഇതാണ് വിദ്യാവിനയ സമ്പന്നം എന്ന് പറയുന്നത്. അപ്പൊ സാധാരണക്കാര് ഒരാളെ വിലയിരുത്തുന്നത് ബാഹ്യമായിട്ടുള്ള ഒരു വേഷഭൂഷാദികളെ കണ്ടിട്ടായിരിക്കും. നമുക്കറിയാം പലപ്പോഴും ഒന്നുമില്ലെങ്കിലും വളരെ ഇതായിട്ട് ഡ്രസ് ചെയ്ത് നമ്മൾ വിചാരിക്കും അയാള്. അതേസമയം തീരെ ഇതായിട്ട് ഡ്രസ് ചെയ്യുന്നവർ കാണുമ്പോൾ നമ്മൾ അയാൾ വലിയ വില കൽപ്പിക്കാറില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പണ്ഡിതൻ ചെയ്യുന്ന അതിനൊരു കഥയുണ്ട്. അതായത് ഒരിക്കലും ഒരു വലിയ ഒരു ആചാര്യൻ അദ്ദേഹത്തിന് ഒരു പ്രഭാഷണത്തിന് ക്ഷണിച്ചു. അപ്പൊ ഈ ക്ഷണിച്ച ആൾക്കാർക്ക് ഇദ്ദേഹത്തിനെ കണ്ടിട്ടില്ല. അപ്പൊ അവരെന്താ ചെയ്തെന്ന് വെച്ചാല് അവരിങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ കയ്യിൽ പൂമാലയൊക്കെ പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് അതിനിടയ്ക്കൂടി ഒരാള് ഒരു കൊടയും പിടിച്ച് പതുക്കെ നടന്നു വരുന്നു. അപ്പൊ ഇവരെല്ലാരും കൂടി എന്ത് ചെയ്തു? മാറി നിൽക്കുക, കാരണം ഞങ്ങളിപ്പോ ഒരു ആചാര്യനെ സ്വീകരിക്കാൻ നിൽക്കുകയാണ്, നിങ്ങൾ ഈ വഴി കൂടി വരല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അയാളെ പറഞ്ഞു ഓടിച്ചു വിട്ടു. അല്പം കഴിഞ്ഞപ്പോൾ ആചാര്യൻ തന്റെ വസ്ത്രത്തിന് ഒരു കാറില് ഒരു വസ്ത്രം മാത്രം വെച്ച് കൊടുത്തിട്ട് പറഞ്ഞയച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വേഷത്തിനെ മാത്രമാണ് കണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആചാര്യൻ വസ്ത്രം കൊടുത്തു വിട്ടത്. അപ്പൊ ബാഹ്യമായിട്ട് ഉള്ള വേഷഭൂഷാദികളിൽ മാത്രം ശ്രദ്ധിക്കുന്നവരാണ് അജ്ഞത ബാധിച്ചവര്. അതായത് നടന്നു വന്ന അദ്ദേഹം തന്നെ ആയിരുന്നു ആചാര്യൻ. പക്ഷെ അദ്ദേഹത്തിനെ എല്ലാവരും ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തിന്റെ വേഷഭൂഷാദികളെ ശ്രദ്ധിച്ചപ്പോ ആചാര്യൻ എന്ത് ചെയ്തു? ഈ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന് മാത്രം കാറിൽ പറഞ്ഞു വിട്ടു. അപ്പൊ യഥാർത്ഥത്തിൽ ആത്മീയത പഠിക്കുന്നവര് ഒന്നിനെയും സ്നേഹിക്കുകയും മറ്റൊന്നിനെ വെറുക്കുകയും ഇല്ല. എല്ലാത്തിനെയും ഒരേപോലെ അവര് സ്നേഹിക്കുന്നു. പശുവായാലും ചെടികളായാലും എല്ലാത്തിനെയും ഒരേപോലെ കാണുന്നതാണ്. അതുപോലെ എല്ലാ ജീവജാലങ്ങളെയും നാം ഒരേപോലെ കാണണം. കാരണം എന്താ വെച്ചാല് ഈ മാംസത്തിനായിട്ട് പശുവിനെ കൊല്ലുമ്പോൾ അവരുടെ വേദന നാം അറിയുന്നതേ ഇല്ല. അപ്പൊ വേദന മനുഷ്യനായാലും അവരുടെ മൃഗങ്ങൾക്കായാലും ഒരേപോലെ വേദനയാണ്. കോഴിക്കുഞ്ഞിനെ പിന്നെ പരിപാലിച്ചുകൊണ്ട് നടക്കുന്ന തള്ളക്കോഴി ുമ്പോൾ നമ്മളൊരു കല്ലെടുത്ത് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ ആ കോഴി നമ്മുടെ അടുത്തേക്ക് ഓടി വരും. എന്താ വെച്ചാൽ അതിനറിയാം അതിന്റെ വേദന. തന്റെ കുഞ്ഞിന്റെ വേദനയും അതിന്റെ വേദനയും ഒരുപോലെയാണ് അവർക്ക്. അപ്പൊ അത് നമുക്ക് അറിവുണ്ടാവണം. അറിവെന്ന് വെച്ചാൽ എങ്ങനെയാ? അപ്പൊ ജീവനെ രക്ഷിക്കാനായിട്ട് ഒരു അവസരം കിട്ടിയ ഒരു പണ്ഡിതന്റെ ഒരു ബ്രാഹ്മണന്റെ കഥ എന്താന്ന് വെച്ചാല് അദ്ദേഹം നന്നായിട്ട് ഗായത്രിക്കുന്ന ഒരു ബ്രാഹ്മണനായിരുന്നു. അപ്പൊ ഒരിക്കല് അദ്ദേഹം നടന്നു പോയപ്പോൾ അതിലെ ഒരു അറവുശാലക്കാരൻ ഒരു പശു കടന്നു പോയപ്പോ അതിന്റെ പിന്നാലെ ഒരു അറവുശാലക്കാരൻ ഓടി വന്നിട്ട് കത്തിയായിട്ടാണ് വരുന്നത്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഈ ബ്രാഹ്മണനോട് ചോദിച്ചു, ഇതിലെ ഒരു പശു കടന്നു പോയോ ചോദിച്ചു. അപ്പൊ ബ്രാഹ്മണൻ ആദ്യം വിചാരിച്ചു ഞാൻ ഗായത്രി ജപിക്കുന്ന ഒരാളാണ്, അപ്പൊ ഞാൻ എങ്ങനെയാ നുണ പറയുന്നത് എന്ന് കരുതിയിട്ട് അദ്ദേഹം വിചാരിച്ചെന്നാ സത്യം പറയാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഈ വഴിക്കാണ് കടന്നു പോയതെന്ന്. അപ്പൊ അങ്ങനെ ആ അറവുശാലക്കാരൻ എന്ത് ചെയ്തു? കത്തിയായിട്ട് പോയി ആ പശുവിനെ പിടികൂടി അതിനെ കൊന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് ചെയ്തത് ശരിയാണ്. കാരണം നമുക്ക് അറിവുണ്ട്. പക്ഷെ ആ പശുവിന്റെ വേദന എന്താണെന്ന് അറിവുള്ള ഒരാളാണെങ്കിൽ ആ പണ്ഡിതൻ പറയുമായിരുന്നില്ല.
അപ്പൊ അങ്ങനെ നമ്മുടെ അറിവിനെ നമ്മൾ യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ ഉപയോഗിക്കണം. അപ്പോഴാണ് വിദ്യാവിനയ സമ്പന്ന എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോ അങ്ങനെ അവസാനം ആ ബ്രാഹ്മണന് കുഷ്ഠരോഗം പിടിച്ചു. അതുകൊണ്ട് മറ്റു ജന്തുക്കളുടെ ദുഃഖവും നമ്മുടെ ദുഃഖം പോലെ മനസ്സിലാക്കണം. അതായത് അവരും ഭഗവാന്റെ തന്നെ അംശമാണെന്ന്. അറിവാണ് ഒരാളെ പണ്ഡിതനാക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ എന്താണ് അറിവ് എന്നുള്ളതിനെ പറ്റി ഉദാഹരിക്കുന്ന മറ്റൊരു സംഭവം നമ്മുടെ ഇസ്കോൺ ഇതില് ഇന്ദ്രദ്യുമ്ന സ്വാമി മഹാരാജിന്റെ ഒരു ചെറിയൊരു സംഭവം കൂടി പറഞ്ഞിട്ട് സമയമായി. അതായത് ഇന്ദ്രദ്യുമ്ന സ്വാമി മഹാരാജ് പിന്നെ കാലിഫോർണിയയിലാണ് ജനിച്ചത്. 1971 പ്രഭുപാദിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചു. 21 വയസ്സിലാണ് അത് ദീക്ഷ സ്വീകരിച്ചത്. അപ്പൊ അവിടെ അമേരിക്കയില് US മറൈനിലായിരുന്നു സേവനം അനുഷ്ഠിച്ചത്. 28ാമത്തെ വയസ്സിലാണ് ഇന്ദ്രദ്യുമ്ന സ്വാമി മഹാരാജ് സന്യാസം സ്വീകരിക്കുന്നത്. അപ്പൊ 2023 മഹാരാജിന് 7000 ഇനിഷ്യേറ്റഡ് ഡിവോട്ടീസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ആദ്യം അവരുടെ ഇന്ദ്രദ്യുമ്ന സ്വാമി മഹാരാജിന്റെ ഫാമിലി വെജിറ്റേറിയൻ ഒന്നും വലിയ സ്പിരിച്വൽ ആയിരുന്നില്ല. അതുപോലെ വെജിറ്റേറിയൻ ഭക്ഷണം ഇഷ്ടപ്പെട്ടിരുന്നു മാത്രമേ ഉള്ളൂ ഇന്ദ്രദ്യുമ്ന സ്വാമിമാർ ആ ചെറിയ പ്രായത്തില്. അപ്പൊ ഒരു ദിവസം അവര് അച്ഛനും അമ്മയൊക്കെ നന്നായിട്ട് മാംസാഹാരം കഴിക്കുന്നവരായിരുന്നു. അപ്പൊ ഒരു ദിവസം എന്ത് ചെയ്തെന്ന് വെച്ചാല് മാംസാഹാരം കഴിക്കാനായിട്ട് കൊടുത്തിട്ട് ആ കുട്ടി കഴിച്ചില്ല. അപ്പൊ അച്ഛന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അച്ഛൻ എന്ത് ചെയ്തു, മാംസാഹാരം കഴിക്കാത്തത് കാരണം രാത്രി ഭക്ഷണം കൊടുത്തില്ല. പിന്നീട് കുറെ നാൾ കഴിഞ്ഞപ്പോ ഈ കുട്ടിയുടെ അയൽപ്പക്കത്ത് താമസിക്കുന്ന ഒരു വെജിറ്റേറിയൻ ഫുഡ്, അതായത് അവർ വളരെ ഹെൽത്തി കോൺഷ്യസ് ആയിരുന്നു. എന്തെല്ലാം ഭക്ഷണം കഴിഞ്ഞ ഫുൾ വെജിറ്റേറിയൻ ആയിരുന്നു. അപ്പൊ അവരുമായിട്ടുള്ള ഒരു സമ്പർക്കം വന്നത് കാരണം ഇവരും പതുക്കെ ഇതിനകത്ത് ശ്രദ്ധിച്ചു തുടങ്ങി. അങ്ങനെ 15 വയസ്സ് വരെ ഈ കുട്ടി വെജിറ്റേറിയൻ ആയിരുന്നില്ല. അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യുന്ന വെച്ചാൽ അച്ഛൻ ഒരു ദിവസം ഈ കുട്ടിയെ ഒരു അറവുശാലയിൽ കൊണ്ടുപോയി. അവിടെ അമേരിക്കയിൽ നമുക്കറിയാം പശുവിനെയൊക്കെ കൊല്ലുമ്പോൾ ആദ്യം തന്നെ വെടിവെച്ചിട്ട് പിന്നെയാണ് കഴുത്തറുത്ത് കൊല്ലുന്നത്. അപ്പൊ അങ്ങനെ കണ്ട്, അപ്പൊ ഈ കുട്ടിയെയും കൊണ്ടാണ് അച്ഛൻ പോയത്. അങ്ങനെ അത് കണ്ടതോടെ അന്ന് അവിടെ വെച്ച് ഛർദ്ദിക്കാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് വരെയും മഹാരാജ് പിന്നെ ഇത് കഴിച്ചിട്ടില്ല. അപ്പൊ എന്താ നമ്മൾ അതിലെ വേദന നമുക്ക് മനസ്സിലായി. അതിനെ അറക്കുമ്പോഴുള്ള വേദന എന്താണ് അത് കണ്ടതുകൊണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാല് നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തതിന്റെ പുണ്യമായിട്ടായിരിക്കും നമുക്ക് ഈ ജന്മം കിട്ടുന്നത്. അപ്പോ കഴിഞ്ഞ ജന്മത്തിൽ മഹാരാജ് നല്ല പ്രവൃത്തികൾ ചെയ്തത് കൊണ്ട് ചെറിയ കുറച്ച് പ്രയാസങ്ങൾ വന്നുപെട്ടതിന് ശേഷം ഇന്ന് മഹാരാജിന് എല്ലാ വർഷത്തിലും വൃന്ദാവൻ കാർത്തിക യാത്രയിലും മഹാരാജ് ഇന്ത്യയിൽ വരും. പോളണ്ട് എന്ന സ്ഥലത്തും അല്ലാത്ത കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ മഹാരാജ് ഒത്തിരി പ്രചാരം നടത്തിയിട്ട് വിശിഷ്ടനായ ഒരു വ്യക്തിയാണ്. ഞാൻ ബഹുമാനപൂർവ്വം അദ്ദേഹത്തിന് കാലത്ത് പ്രാർത്ഥിക്കുന്നു. അടുത്തത് 19ാമത്തെ ശ്ലോകം. അതുപോലെ ഈ ശ്ലോകത്തിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീതയില്, പത്രം പുഷ്പം ഫലം തോയം, ഇത് മാത്രം എനിക്ക് സമർപ്പിച്ചാൽ മതി. ഒരു മൃഗത്തിനെ വധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഹൃദയത്തില് ദയ എന്നത് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാൻ മാംസാഹാരം സമർപ്പിക്കാൻ പറയുന്നില്ല. നമുക്കറിയാം ഗുരുവായൂർ പോയാല് രാത്രിയില് ശിവേലി നടക്കുമ്പോ ഇതില് എഴുന്നള്ളിക്കുമ്പോഴും ഭഗവാനെ വെഞ്ചാമരം വെച്ച് വീശുന്നുണ്ട്. അപ്പൊ അത് കണ്ടിട്ടുണ്ടാവും നമ്മളെല്ലാവരും. അപ്പൊ എന്തുകൊണ്ടാണ് ചാമരം വീശുന്നത് എന്നും പറഞ്ഞാൽ, ഈ ചാമരം വീശുന്നത് പൂജാവിധിയിൽ വന്നതിന് കാരണം എന്താണെന്ന് വെച്ചാല് വടക്കേ ഇന്ത്യയില് നമുക്കറിയാം ബദ്രീനാഥ ക്ഷേത്രത്തില് പണ്ട് പൂജാരിമാര് പിന്നെ മാംസാഹാരം കഴിക്കുന്നവരായിരുന്നു. അപ്പൊ അത് ഭഗവാന് അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ബദ്രീനാഥ് നാരായണൻ വിഗ്രഹം അവിടെ നിന്ന് ഓടി ഒരു പശുത്തൊഴുത്തിൽ വന്ന് ഒളിച്ചിരുന്നു. അപ്പം അവിടെ പശുക്കളുടെ എന്ന് വെച്ചാല് യാക്ക് എന്ന് പറയും, ചമരി പശു എന്ന് പറയും. അപ്പൊ ഈ ചമരി പശുവിന്റെ രോമങ്ങളൊക്കെ വലിയ രോമങ്ങളാണ്. അപ്പൊ ആ രോമത്തിന്റെ ഇടയിൽ, കാരണം തണുപ്പിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചമരി പശുക്കൾക്ക് നല്ല രോമങ്ങളുള്ള പശുക്കളാണ് അവിടെ. അപ്പൊ ഈ രോമങ്ങള് ഉള്ളിലാണ് ഭഗവാൻ ഒളിച്ചിരുന്നത്. അപ്പോ ഈ പിന്നെ മൃഗങ്ങളെ വെട്ടിക്കൊന്ന് തിന്നുമ്പോൾ പിന്നെ ഈ മൃഗങ്ങൾ വെട്ടിക്കൊന്ന് തിന്നുന്ന പൂജാരിമാരെ എന്നെ പൂജിക്കണ്ട എന്ന് പറഞ്ഞ് ഭഗവാൻ എന്ത് ചെയ്തു, നിഷ്കളങ്കരായി പശുക്കളെ എന്നെ രക്ഷിച്ചതിന്റെ കാരണം കൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഇനി മുതല് ഈ ചാമരം കൊണ്ട് വീശുമ്പോൾ മാത്രമേ എന്റെ പൂജാവിധി
പൂർത്തിയാകൂ എന്ന് പറഞ്ഞിട്ട് അവർക്ക് അനുഗ്രഹം കൊടുത്തു. അന്നു മുതലാണ് ഈ വെഞ്ചാമരം ചമരപ്പശുവിൽ നിന്നെടുത്ത രോമം കൊണ്ട് വീശുന്നത് കൊണ്ടാണ് ചാമരം എന്ന് പേര് വന്നത്. അപ്പൊ അതാണ് ചാമരമായിട്ട് വീശുന്നത്. ശ്ലോകം 19. ഇഹൈവ തൈർജിത സർഗ യേഷാം സാമ്യേ സ്ഥിതം മനഃ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാത് ബ്രഹ്മണി തേ സ്ഥിതാഹ. ആരുടെ മനസ്സ് സമഭാവനയിൽ ഉറച്ചു നിൽക്കുന്നുവോ അവർ ജനന മരണാവസ്ഥയെ ജയിച്ചു കഴിഞ്ഞു. അവർ ബ്രഹ്മത്തെ പോലെ ദോഷമറ്റവരാണ്. അതുകൊണ്ട് അവർ ബ്രഹ്മപദസ്ഥരുമാണ്. അപ്പൊ ഈ ഒരു ശ്ലോകത്തില് പറയുന്നത് മുക്താത്മാവിനെ കുറിച്ചാണ്. അപ്പൊ ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിന്റെ സമനില. താൻ ശരീരമല്ല, ആത്മാവാണെന്ന് മനസ്സിലാക്കിയിട്ട് രാഗദ്വേഷങ്ങളില്ലാതെ വർത്തിക്കുന്ന ഒരാൾക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് പ്രവേശിക്കാം എന്ന് പറയുന്നു. അപ്പൊ ഭഗവാന് രാഗവുമില്ല, ദ്വേഷവുമില്ല. അതുകൊണ്ട് തന്നെ ഭഗവാന് ദോഷരഹിതനാണ്. അപ്പൊ നമുക്കും ഈ പദവിയിലേക്ക് എത്താം. പദവിയിലേക്ക് എത്താന്ന് വെച്ചാല് നമുക്കും രാഗദ്വേഷങ്ങളില്ലാതെ പിന്നെ ഈ അറിവ് വെച്ചുകൊണ്ട് നമുക്ക് പതുക്കെ ഭഗവാന്റെ ധാമത്തിലേക്ക് എത്താം. അപ്പൊ മുക്താത്മാക്കളെ കുറിച്ചാണ് ഇനി അടുത്ത ശ്ലോകത്തില് വിവരിക്കുന്നു. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. എല്ലാവരിലും ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ജയ ശ്രീ ഗുരുദേവ് ശ്രീ പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. മാതാജി വളരെ നന്നായിരുന്നു ക്ലാസ്. മാതാജിക്ക് ക്ലാസ് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയിരുന്നില്ല എന്നാണ് പറഞ്ഞത്. വളരെ കുറച്ച് സമയം കിട്ടിയിരുന്നുള്ളൂ. പക്ഷെ മാതാജി ഓരോരോ ഉദാഹരണങ്ങളിലൂടെയൊക്കെ വളരെ നന്നായിട്ട് ക്ലാസ് എടുത്തു. അതായത് ഭൂരിശ്രവസിന്റെ, പിന്നെ ആചാര്യന്റെ കഥ, പിന്നെ ബ്രാഹ്മണന്റെയും പശുവിന്റെയും കഥയിലൂടെ, പിന്നെ ഇന്ദ്രദ്യുമ്ന മഹാരാജിന്റെ കഥ, പിന്നെ എങ്ങനെ നിത്യജീവിതത്തില് കൃഷ്ണാവബോധത്തോടെ ജീവിക്കാം എന്നൊക്കെ മാതാജി വളരെ നന്നായിട്ട് പറഞ്ഞു തന്നു. വളരെ നന്ദി മാതാജി. ഇനി ആർക്കെങ്കിലും ഇന്നത്തെ ക്ലാസ്സിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാതാജിയോട് ചോദിക്കാം. ആർക്കും സംശയമില്ല എന്ന് തോന്നുന്നു. എന്നാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ മാതാജി? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇന്നത്തെ ക്ലാസ്. ഒരിക്കൽ കൂടി ഇന്ന് ഗീതാമാഹാത്മ്യത്തെ കുറിച്ച് പറഞ്ഞു തന്ന ഹെർ ഗ്രേസ് ലളിത സുധാമയി ദേവിദാസി മാതാജിക്കും ഹരിനാമ മാഹാത്മ്യത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്ന ഹിസ് ഗ്രേസ് ദീനാനാഥ് വിട്ടൽദാസ് പ്രഭുവിനും ഭഗവത്ഗീത ക്ലാസ് എടുത്ത ഹെർ ഗ്രേസ് ഭാനുനന്ദിനി ദേവിദാസി മാതാജിക്കും ഇസ്കോണിന്റെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇന്നത്തെ ഭഗവത്ഗീത ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇസ്കോണിന്റെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. നരസിംഹ പ്രണാമത്തോടു കൂടി നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. നമസ്തേ നരസിംഹായ പ്രഹ്ലാദായിനി ഹിരണ്യകശിപോർവക്ഷഃ ശിലഡംഗനഘാളയേ ഇതോ നരസിംഹ പരതോ നരസിംഹ യതോ യതോ യാമി തതോ നരസിംഹ ബഹിർനരസിംഹോ ഹൃദയേ നരസിംഹോ നരസിംഹമതിം ശരണം പ്രപദ്യേ തവ കരകമലവരേ നാഗം അത്ഭുതശൃംഗം ദളിത ഹിരണ്യകശിപു
तानुभृङ्ग केशवधृता नरहरिरूपा जय जगदीश हरे जय जगदीश हरे जय जगदीश हरे जय नरसिंहदेव जय नरसिंहदेव नरसिंहदेव जय नरसिंहदेव जय नरहरि जय नरहरि नरहरि जय नरहरि जय लक्ष्मी नरसिंह जय लक्ष्मी नरसिंह लक्ष्मी नरसिंह जय लक्ष्मी नरसिंह जय प्रहलाद महाराज जय प्रहलाद महाराज प्रहलाद महाराज जय प्रहलाद महाराज जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय गुरुदेव 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 जय जय गुरुदेव नित्य गौर हरि बोल हरि बोल हरि बोल नित्य गौर हरि बोल ഹരേ കൃഷ്ണ. ഇന്നത്തെ ഭഗവത്ഗീത ഓൺലൈൻ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് തിങ്കളാഴ്ച കണ്ടുമുട്ടാം. എല്ലാവർക്കും ശുഭരാത്രി. ഹരേ കൃഷ്ണ.